യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എൻ്റെ വോയിസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. അമ്മേൻ സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി പരിചയമുള്ള പല മുഖങ്ങളും ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്നുണ്ട്. അമ്മേൻ എന്നെ ഈ ഒരു മീറ്റിങ്ങിലോട്ട് ഇൻവൈറ്റ് ചെയ്ത കർത്താവിൻ്റെ വാത്സല്യദാസൻ അദ്ദേഹത്തിൻ്റെ ടീമിനോടുള്ള പ്രത്യേകമായ നന്ദിയെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. അമ്മേൻ സ്തോത്രം ചെയ്യുന്നു. വളരെ അമ്മേൻ സ്തോത്രം ചെയ്യുന്നു. നമ്മളായിരിക്കുന്ന ഈ ഒരു ലോകം എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ലോകത്തിൻ്റെ അകത്ത് അമ്മേൻ സ്തോത്രം ഇത്രയും പേര് ഒരുമിച്ച് കൂടിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ നടത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അമ്മേൻ സ്തോത്രം ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും പ്രിയമുള്ളവരൊക്കെ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് അമ്മേൻ സ്തോത്രം ചെയ്യുന്ന രാവിലെ ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അമ്മേൻ സ്തോത്രം ചെയ്യുന്ന വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമ്മളായിരിക്കുന്ന സമയത്ത് അമ്മേൻ സ്തോത്രം ചെയ്യുന്ന ഈ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച സമയത്ത് ദൈവാത്മാവ് എനിക്ക് നൽകിയൊരു ചിന്തയുണ്ട്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് ഞാനൊരു കാര്യം ഒന്ന് തുറന്ന് പറയട്ടെ. ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വസിക്കണം പ്രിയമുള്ളവർ. എൻ്റെ ജീവിതത്തിനകത്ത് അമ്മേൻ സ്തോത്രം ദൈവം ഇടപെടുന്ന ഒരു പകൽക്കാലമാണ് ഈ പകൽക്കാലം. എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം മാറ്റം വരുത്തുന്ന ഒരു പകൽക്കാലമായി ഈ പകൽക്കാലം ഇന്ന് നമ്മളെ ചിന്തിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അസാധാരണമായ ദൈവ സാന്നിധ്യത്തിൽ അമ്മേൻ സ്തോത്രം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇങ്ങനെ പ്രസംഗിക്കുന്ന പ്രസംഗകനല്ല അമ്മേൻ സ്തോത്രം ഇവിടെ ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ് ശുശ്രൂഷയെ നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുമ്പോൾ അമ്മേൻ സ്തോത്രം നമുക്കൊരു വാക്യം വായിക്കാം. ഞാൻ ഇന്ന് അമ്മേൻ സ്തോത്രം ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ദൈവാത്മാവ് എനിക്ക് നൽകിയൊരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ധൈര്യപ്പെട്ടിരിക്കുക, എന്നാൽ നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. ധൈര്യപ്പെട്ടിരിക്കുക, എന്നാൽ നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? എന്നോട് ചേർന്നൊന്ന് പറയുവാൻ സാധിക്കുമോ? കർത്താവെ, ഞാൻ ധൈര്യപ്പെട്ടിരിക്കുവാൻ പോകുകയാണ്. അമ്മേൻ സ്തോത്രം എൻ്റെ ജീവിതത്തിനകത്ത് ചില വാതിലുകൾ ഓപ്പൺ ആകട്ടെ. എൻ്റെ ജീവിതത്തിനകത്ത് ചില വഴികൾ ഓപ്പൺ ആകട്ടെ. എൻ്റെ ജീവിതത്തിനകത്ത് ചില വിഷയത്തിനകത്ത് ചില ചോദ്യങ്ങൾ ഉത്തരമായിട്ട് മാറട്ടെ. അമ്മേൻ സ്തോത്രം എത്ര പേർക്ക് ആ ഒരു ബോധ്യമുണ്ട്? എന്നറിയാമോ? ധൈര്യമുണ്ടേൽ ചില വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറക്കും. അമ്മേൻ സ്തോത്രം അതിനാധാരമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. സങ്കീർത്തനം 27 അതിൻ്റെ 14-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് എങ്കിലും അമ്മേൻ സ്തോത്രം പലപ്പോഴും നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ആ ഒരു വാക്യം എന്ന് പറയുന്നത്. അവിടെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെ: യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം അമ്മേൻ സ്തോത്രം ചെയ്തു ദൈവാത്മാവ് നൽകിയിരിക്കുന്ന ആ വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ ആത്മാവിലൊരു ദൂത ഇങ്ങനെ സംസാരിക്കട്ടെ. അമ്മേൻ, നമുക്കൊരു പ്രത്യാശ ഉണ്ട് കേട്ടോ. ആ പ്രത്യാശ ഏതെങ്കിലും പാസ്റ്റേഴ്സിലല്ല, ആ പ്രത്യാശ ഏതെങ്കിലും പ്രവാചകന്മാരിലല്ല, ആ പ്രത്യാശ ഏതെങ്കിലും അമ്മേൻ ലോകത്തിലെ മഹത് വ്യക്തികളിലല്ല. ആ പ്രത്യാശ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലാണ്. അങ്ങനെയെങ്കിൽ ആ പ്രത്യാശയോട് കൂടിയിട്ടായിരിക്കുന്ന പ്രിയമുള്ളവരോട് ഇന്ന് പകൽക്കാലം അമ്മേൻ വളരെ വ്യക്തമായിട്ട് ഞാനൊരു കാര്യം തുറന്ന് സംസാരിക്കട്ടെ. ഏതൊക്കെയോ വിഷയത്തിൻ്റെ അകത്ത് പ്രത്യാശ ഇല്ലാതിരിക്കുമ്പോൾ, ഏതൊക്കെയോ വിഷയത്തിൻ്റെ അകത്ത് ആശ ഇല്ലാതിരിക്കുമ്പോൾ, ഏതൊക്കെയോ മേഖലകളിനകത്ത് വല്ലാതെ തളർന്നിരിക്കുമ്പോൾ, ഏതൊക്കെയോ മേഖലകളകത്ത് വല്ലാതെ ക്ഷീണിച്ചിരിക്കുമ്പോൾ, മുന്നോട്ടേക്ക് കടന്നു പോകാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില മേഖലകളുടെ അകത്ത് ഇന്ന് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇതിനകത്ത് അമ്മേൻ സ്തോത്രം ചെയ്യുന്ന ചിലർ ഇന്ന് എഴുന്നേൽക്കും. ഇതിനകത്ത് അമ്മേൻ സ്തോത്രം ചെയ്യുന്ന ചില കുടുംബങ്ങളിൽ നിന്ന് അമ്മേൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും. ഇതിനകത്ത് ചില കുടുംബങ്ങളുടെ അകത്ത് വലിയ ദൈവിക പ്രവൃത്തികൾ നടക്കും. എന്തിനാ കാര്യം പറഞ്ഞെന്നറിയാമോ? നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കുന്നതിന് യാതൊരു പരിമിതികളുമില്ല. ഇന്ന് പകൽക്കാലം ഏതൊക്കെയോ പരിമിതികളുടെ അകത്ത് നമ്മൾ ഇരിക്കുമ്പോഴും, ഏതൊക്കെയോ സാഹചര്യങ്ങളുടെ അകത്ത് നമ്മൾ ഇരിക്കുമ്പോഴും, അമ്മേൻ ഏതൊക്കെയോ മേഖലകൾ നമ്മൾ വല്ലാതെ അമ്മേൻ സ്തോത്രം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വല്ലാതെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിനകത്ത് അഭിഷേകമുള്ള അന്യഭാഷകളിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, പ്രിയ ദൈവജനത്തോട് ഞാൻ ആത്മാവിലൊരു ആലോചന കൈമാറട്ടെ. നമുക്ക് ഒരു പ്രത്യാശയുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രത്യാശ ഭംഗം വരാത്തതാണെന്ന് അമ്മേൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യാശയുടെ അമരക്കാരനായ ക്രിസ്തു ഈ മീറ്റിങ്ങിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ പോലും പറയാത്ത നമ്മുടെ സാഹചര്യങ്ങൾ, മറ്റുള്ളവരോട് പറയുവാൻ മടിക്കുന്ന ചില മേഖലകൾ, മറ്റുള്ളവരോട് സംസാരിക്കുവാൻ പോലും കഴിയാത്ത ചില വിഷയങ്ങൾ, അതിൻ്റെ അകത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണെന്ന് വീണ്ടും കർത്താവ് നമ്മുടെ മധ്യേ തെളിയിക്കുമെന്ന് ദൈവാത്മാവ് ആലോചന നൽകുമ്പോൾ, വായിച്ച സങ്കീർത്തനത്തിലൂടെ അല്ല ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ പൊതുവായിട്ടൊരു ചിന്താഗതിയെ കുറിച്ചൊന്ന് പറയട്ടെ. നമ്മുടെ ഒരു പൊതുവായ ചിന്താഗതിയുണ്ട്: സങ്കീർത്തനത്തിൽ നിന്ന് മെസ്സേജ് പറഞ്ഞാൽ എന്ത് കിട്ടത്തില്ല? അമേൻ പറഞ്ഞു അവിടെ ദൂത് കിട്ടത്തില്ല. ആ ചിന്താഗതിയൊക്കെ ഒന്ന് മാറ്റിവെച്ച്, ചില മുൻവിധികളൊക്കെ മാറ്റിവെച്ച് ഇന്ന് പകൽക്കാലമായിരിക്കുന്നുവെങ്കിൽ ഈ സങ്കീർത്തനം നമ്മുടെ ജീവിതമാണ്. അമേൻ സ്വന്തം ചെയ്യുന്നു. ഈ സങ്കീർത്തനത്തിലെ പല വാക്കുകളും നമ്മുടെ ജീവിതം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അതിന് തലവാചകം ദാവീദിന്റെ ഒരു സങ്കീർത്തനമായിരുന്ന, പക്ഷെ ഇവിടെ ഇരിക്കുന്ന അമേൻ സ്വന്തം ഇപ്പോൾ ഏകദേശം 138ഓളം ഫോൾഡേഴ്സിനോട് ആത്മാവിൽ ഞാനൊരു ആലോചന കൈമാറട്ടെ. അത് അമേൻ നമ്മുടെ സങ്കീർത്തനമായിട്ട് മാറ്റണം. എങ്ങനെയാ? അമേൻ സ്വന്തം യഹോവയുടെ രക്ഷയാണ്, യഹോവയുടെ വെളിച്ചമാണ്, അമേൻ സ്വന്തം യഹോവയുടെ
ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാ, അവൻ പല സങ്കീർത്തനത്തിനും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ടാകും. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യമാണ്. പക്ഷേ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വ്യക്തമായി കൊടുത്തിട്ടില്ല എങ്കിലും ഞാൻ ചിന്തിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ, നമ്മളാണ് ഈ സങ്കീർത്തനം എഴുതിയിരുന്നതെങ്കിൽ നമ്മളൊരു പക്ഷേ അതിന് തലവാചകമായിട്ട് ഇങ്ങനെ കൊടുത്തേനെ, ഞാൻ ഓടി ഒളിച്ചപ്പോൾ എഴുതിയ സങ്കീർത്തനം, ഞാൻ തകർന്നു പോയപ്പോൾ അമേൻ സ്വന്തം പാടിയ സങ്കീർത്തനം, ഞാൻ വീണ് പോയപ്പോൾ പാടിയ സങ്കീർത്തനം, അമേൻ സ്വന്തം ചെയ്യുന്നു, എന്നെ പലരും ചേർത്ത് പിടിക്കാതിരുന്നപ്പോൾ ഞാൻ അമേൻ സ്വന്തം പാടിയ സങ്കീർത്തനം എന്നൊക്കെ നമ്മൾ തലവാചകം അതിന് കൊടുത്തേനെ. എന്തുവാ അതിന്റെ പ്രത്യേകത? ഇത് നമ്മുടെ ജീവിതം തന്നെയാ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം തന്നെയാ. അന്ന് ആ ഭക്തനായ മനുഷ്യൻ തന്റെ ജീവിത സാഹചര്യത്തിനകത്ത് അതിന്റെ 10ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. എത്ര പേർക്കൊരു ബോധ്യമുണ്ട് നമ്മളെ ചേർത്തുകൊള്ളുന്ന ഒരു ദൈവം ഉണ്ടെന്ന്, നമ്മളെ അമേൻ സ്വന്തം മാർബോട് അണയ്ക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ഇടപെടുക കേട്ടോ. ചില വിഷയത്തിന്റെ അകത്ത് ചേർത്ത് പിടിക്കേണ്ട പലരും മാറിപ്പോയപ്പോൾ, അമേൻ സ്വന്തം കൂടെ നിൽക്കേണ്ട പലരും അകന്നു മാറിയപ്പോൾ, അമേൻ സ്വന്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. അല്ല ഭക്തനായ ദാവീദ്, നിനക്കെങ്ങനെയാ ഇങ്ങനെ പ്രാഗൽഭ്യത്തോടെ പറയുവാൻ സാധിക്കുന്നത്? അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, കാട്ടിനകത്ത് കടന്ന സമയത്ത് വീട്ടിലോട്ട് പോകാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാ. അമേൻ സ്വന്തം എനിക്കറിയത്തില്ല, ദൈവാത്മാവ് ഇങ്ങനെ ഒരു കാര്യം അവിടെ നിന്ന് സംസാരിക്കുകയാ. ആ മനുഷ്യൻ വീട്ടിൽ അപ്പനും സഹോദരനും ആ സഹോദരന്മാരും അമ്മയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ കാട്ടിനകത്തിരുന്ന് ഒത്തിരി ആഗ്രഹിച്ചതാ, ഒരിക്കലെങ്കിലും അവരോട് കൂടെ ഭക്ഷണം കഴിക്കണം, ഒരിക്കലെങ്കിലും അവരോട് കൂടെ ചേർന്നിരിക്കണം. എന്നാൽ സ്വന്തം കുടുംബത്തിനകത്ത് അമേശ്വരം ചില പ്രത്യേകമായ മേഖലകൾ നിമിത്തമായി തള്ളപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ഇതിനകത്ത് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ദൈവാത്മാവ് കൃത്യമായിട്ട് ഇടപെടുക കേട്ടോ. അമേശ്വരം നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് തള്ളിയിട്ടുണ്ടാകും, നിന്റെ അമൻ പ്രിയമുള്ളവർ നിന്നെ മാറ്റി കളഞ്ഞിട്ടുണ്ടാകും, പലരും നിന്നെ ചേർത്ത് വെച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വ്യക്തമായിട്ട് വചനത്തിലൂടെ ഇടപെടുക എന്താണെന്നറിയാമോ? എങ്കിലും നമ്മെ ചേർത്തുകൊള്ളുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് ബോധ്യമുണ്ട് നമ്മളെ ചേർക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലവും ഈ മീറ്റിങ്ങിന്റെ അകത്ത് കടന്നു വന്നിരിക്കുമ്പോൾ വ്യത്യസ്തമായ ടൈം സോണുകളില, വ്യത്യസ്തമായ സ്ഥലങ്ങളില, വ്യത്യസ്തമായ ദേശങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ളവരുടെ ആത്മാവിൽ ഞാൻ ഒരു ആലോചന തുറന്ന് ഞാൻ സംസാരിക്കട്ടെ. ജീവിതത്തിന്റെ ഇന്നലകളിൽ അമേൻ സ്വതന്ത്രം ചെയ്യുന്ന പല മേഖലകളിലകത്ത് നമ്മൾ വല്ലാതെ തകർന്നു പോകുമ്പോൾ അമേൻ സ്വതന്ത്രം ചെയ്യുന്നു, നമ്മൾ വായിച്ച വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യവാ. അവിടെ പറയുക 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലൂടെ ദൈവാത്മാവ് നൽകിയ ചിന്തയിലൂടെ ഞാൻ അതിനെ കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യം യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. രണ്ടാമത്തെ കാര്യം ധൈര്യപ്പെട്ടിരിക്കുക. മൂന്നാമത്തെ കാര്യം ഉറച്ചിരിക്കട്ടെ. എന്തുവാ ഇതിന്റെ പ്രത്യേകത പ്രിയമുള്ളവരെ? പ്രത്യാശയുണ്ടെങ്കിൽ ധൈര്യമുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ മനസ്സ് ഉറച്ചിരിക്കും. എന്നാൽ മനസ്സ് ഉറച്ചിരിക്കാതെ വണ്ണം ചില മേഖലകളിനകത്ത് അമേശ്വരം പ്രശ്ന സങ്കീർണമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ അമേശ്വരം മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ചില വിഷയങ്ങളിനകത്ത് വല്ലാതെ തകർന്നിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ യൗവനക്കാരെ അമേൻ സ്വറിഞ്ഞ ആത്മാവിൽ ഞാനൊരു കാര്യം തുറന്ന് സംസാരിക്കട്ടെ. ജീവിതത്തിന്റെ അമേൻ സ്വറിഞ്ഞ ഇന്നലകളിൽ അമേൻ സ്വറിഞ്ഞ ഷാജി അബ്രഹാം എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനോട് ദൈവാത്മാവ് ഇടപെടുക. ജീവിതത്തിന്റെ ചില പ്രത്യേകമായ മേഖലകളിൽ ഇന്നലകളിലോട്ട് നോക്കുന്ന സമയത്ത് പലപ്പോഴും അമേൻ സ്വറിഞ്ഞോ അമേൻ സ്വർ പല മേഖലകളകത്ത് ഉറച്ചു നിന്നതാ. എന്നാൽ ഇന്നത്തെ സാഹചര്യം നോക്കുമ്പോൾ പലതിന്റെ അകത്തും ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം വല്ലാത്തൊരു വിഷയത്തിന്റെ അകത്തോടെ കടന്നു പോകുമ്പോൾ അമേൻ സ്വർ ദൈവാത്മാവ് ഇടപെടുക. ചില വിഷയത്തിന്റെ അകത്ത് അതിൽ നിന്ന് താങ്കളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞാൽ ദാസനെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അമേൻ സ്വറിഞ്ഞത് അതിൽ ഉറച്ചു നിൽക്കുവാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ഉറയ്ക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, അവൻ നിലനിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ വല്ലാതെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഭയപ്പെടേണ്ട, നിന്റെ ഭാരത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അമേൻ നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രിയ കർത്താവിന്റെ ദാസനോട് വ്യക്തമായിട്ട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. അമേൻ കർത്താവിന്റെ ദാസനെ ഇന്ന് നോക്കുന്ന സമയത്ത് പല സാഹചര്യവും അനുകൂലമല്ലാത്തത് കൊണ്ടാണ് മനസ്സ് ചില മേഖലയിൽ തകർന്നു പോയത്. പക്ഷേ ദൈവാത്മാവ് ഇടപെടുക കേട്ടോ. അമേൻ പറഞ്ഞിരുന്നു, താങ്കൾക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയമുള്ളവർക്കും ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുമ്പോൾ ദാസനോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് ഒരു കാര്യം കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. ജീവിതത്തിന്റെ ചില പ്രത്യേകമായ മേഖലകളുടെ ഉള്ളിൽ അമേൻ പറഞ്ഞിരുന്നു പലപ്പോഴും അമേൻ പറഞ്ഞിരുന്നു കാല ഇടറിയത് പോലെ തോന്നിയപ്പോൾ, അമേൻ പറഞ്ഞിരുന്നു ജീവിതത്തിന്റെ ചില മേഖലകളിനകത്ത് വല്ലാതെ തകർന്നു പോയതുപോലെ തോന്നിയപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുക. അമേൻ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയമുള്ളവരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക. നിന്നെ പുനഃസ്ഥാപിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് അമേൻ പറഞ്ഞിരുന്നു അതിനെ മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഞാൻ മുന്നോട്ട് കടന്നു പോകുമ്പോൾ പുതിയ നിയമവുമായിട്ടാണ് ഈ ഒരു കാര്യത്തെ ഞാൻ കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്.
ധൈര്യത്തോടെ ഇരിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് തുടക്കം മുതൽ അവസാനം വരെ ഏത് വ്യക്തികളോട് ചോദിച്ചാലും അവരുടെ ജീവിതത്തിലെല്ലാം അധൈര്യപ്പെട്ട ഒരു മേഖലയുണ്ട്. ആ ഒരു വാക്യത്തിലൂടെ കടക്കുന്നതിന് മുമ്പായിട്ട് അത് 57 സങ്കീർത്തനത്തിലൂടെ ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ അതിൻ്റെ 6-ാമത്തെ വാക്യം പറയുകയാണ്, അവർ എൻ്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു, എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇതിൻ്റെ അകത്ത് മനസ്സ് ഇടിഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ അനുദിനവും ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് കയറുന്നവരാ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ, ആരാധിക്കുന്നവരാ, പക്ഷേ സ്വതന്ത്രം ചെയ്യുന്ന ചില വിഷയങ്ങൾ നിമിത്തമായിട്ട് സ്വതന്ത്രം മനസ്സ് വല്ലാതെ ഇടിഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആത്മാവിൽ ഞാൻ ഒരു ആലോചന കൈമാറട്ടെ. മനസ്സ് ഇടിഞ്ഞത് കൊണ്ടാ ഇന്ന് വല്ലാതെ തകർന്നിരിക്കുന്നത്, മനസ്സ് ഇടിഞ്ഞത് കൊണ്ടാ ഇന്ന് ധൈര്യപ്പെടുവാൻ കഴിയാതെ വണ്ണമായിരിക്കുന്നത്. എന്നാൽ ഭക്തൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 6-ാമത്തെ വാക്യത്തിൽ പറയുക, സ്വതന്ത്രം ചെയ്യുന്നു, എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. എന്നാൽ 7-ാമത്തെ വാക്ക് പറയുന്നു, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയണം കേട്ടോ. സ്വതന്ത്രം ചെയ്യുന്നു. ചില വിഷയത്തിന്റെ അകത്ത് വല്ലാതെ ഇടിഞ്ഞിരിക്കുമ്പോഴും, ചില വിഷയത്തിന്റെ അകത്ത് വല്ലാതെ തകർന്നിരിക്കുമ്പോഴും, ചില വിഷയത്തിനകത്ത് വല്ലാതെ മാനസികമായി പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുമ്പോഴും ഭക്തനെ പറയുവാൻ കഴിയണം, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. അടുത്ത വാക്ക് പറയുക, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഇന്ന് മനസ്സ് ചില വിഷയങ്ങളുടെ അകത്ത് വല്ലാതെ തകർന്നിരിക്കുമ്പോൾ ഏഞ്ചൽ എബി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക. നിന്റെ ജീവിതത്തിന്റെ അകത്ത് ചില വിഷയത്തിന്റെ അകത്ത് മനസ്സ് തകർന്ന് വല്ലാതെ മനം നൊന്നുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഇരിക്കുമ്പോൾ, ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുമ്പോൾ പലപ്പോഴും നീ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ നടക്കത്തില്ല, എൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം നടക്കത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവിക പ്രവൃത്തി ഉണ്ടാകത്തില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നീ കടന്നുപോയ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോൾ 2026 ജൂൺ മാസത്തോട് കൂടിയിട്ട് നിന്റെ ജീവിതത്തിന്റെ അകത്ത് അടഞ്ഞു കിടക്കുന്ന ചില മേഖലകളകത്ത് അസാധാരണമായ ദൈവിക സാന്നിധ്യം വ്യാപരിക്കുമെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുമ്പോൾ, സഹോദരിയെ നിങ്ങൾ എവിടെ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നോ നിങ്ങളുടെ സാഹചര്യം എന്തെന്നോ എനിക്കറിയത്തില്ല, പക്ഷെ ദൈവാത്മാവ് എന്നോട് ഇടപെടുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ജീവിതത്തിന്റെ അകത്ത് മനസ്സ് വല്ലാതെ തകർന്ന ഇതിനകത്ത് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരോടും പറയുവാൻ കഴിയുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല. പ്രാർത്ഥനാപായിൽ കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ കരഞ്ഞൊരു പ്രാർത്ഥനയാ, കർത്താവേ അങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ, അങ്ങനെ കാണുന്നുണ്ടോ? പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ ദാസിയെ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ജൂൺ മാസത്തിനകത്ത് ദൈവത്തിൻ്റെതായ ഒരു അത്ഭുതകരമായ പ്രവൃത്തി അത് ആരംഭിക്കുവാൻ പോകുകയാണെന്ന് ദൈവാത്മാവ് ഇടപെടുമ്പോൾ 2026 തുടക്കം നീ നോക്കണ്ട, 2026 അവസാനം കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അതൊരു സാക്ഷ്യമായിട്ട് മാറും, അതൊരു ചരിത്രമായിട്ട് മാറുമെന്ന ദൈവാത്മാവ് ആലോചന കൈമാറുമ്പോൾ നിന്റെ മനസ്സ് ഇന്ന് പകൽക്കാലം ഉറച്ചിരിക്കട്ടെ. അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഞാൻ മുന്നോട്ട് കടന്നു പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിലൂടെയാണ് ദൈവാത്മാവ് ഈ ഒരു മെസ്സേജ് എനിക്ക് നൽകിയിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം നമുക്ക് അറിയുന്നതാ, പക്ഷേ 27-ാം അധ്യായത്തിന്റെ സ്വതന്ത്രം ചെയ്യുന്നു അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടും ഇരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി. ഇതിനകത്ത് അത്തരത്തിൽ ഒരു കൂട്ടം ആളുകൾ ഇരിക്കുകയാ. വ്യത്യസ്തമായ മേഖലകളകത്ത് പല ആശകൾ നഷ്ടപ്പെട്ട പ്രിയമുള്ളവർ, പല സാഹചര്യങ്ങളുടെ അകത്ത് ഇതാരാ പറയുന്ന പ്രിയമുള്ളവരെ? അഭിഷിക്തനാ പറയുന്നത്, ആരാധിക്കുന്നവനാ പറയുന്നത്. 276ഓളം പേര് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, ലൂക്കോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ കർത്താവെ ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാ. എന്നാണെന്നറിയാമോ? അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാ. അപ്പോസ്തലനായ പൗലോസ് അതിനകത്ത് ഇരിക്കുന്നുണ്ട്, ലൂക്കോസ് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അവര് പറയുക ഞങ്ങളുടെ ആശ അറ്റുപോയി അല്ലേ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എത്രയോ തവണകളിൽ നമ്മുടെ ആശയൊക്കെ അറ്റുപോയതുപോലെ തോന്നുമല്ലേ? സ്തോത്രം ചെയ്യുന്നു. എത്രയോ മേഖലകളുടെ അകത്ത് നമ്മൾ ചിന്തിക്കും, ഇനി മുന്നോട്ടേക്ക് കടന്നു പോകാൻ പറ്റത്തില്ലല്ലോ കർത്താവേ, ഇനി എൻ്റെ ജീവിതത്തിനകത്ത് മാറ്റം വരത്തില്ലല്ലോ കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത് വെറുതെ ആയല്ലോ കർത്താവേ. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവരോട് ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. ഹന്ന കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അവളുടെ കണ്ണുനീര് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ, കണ്ണുനീരിനെ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ആ ദൈവം ഇന്ന് പകൽക്കാലം കൃത്യമായിട്ട് ഇടപെടുക. പെനീന നിമിത്തമായിട്ട് ഹന്ന കരഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ചില പെനീനമാർക്ക് നന്ദി പറയണം കേട്ടോ, ചില തോൽവികൾക്ക് നന്ദി പറയണം കേട്ടോ, ചില കുറ്റപ്പെടുത്തലുകൾക്ക് നന്ദി പറയണം കേട്ടോ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഭക്തനായ ദാനിയേലിനോട് ചോദിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, സിംഹത്തിന്റെ ഗുഹയിൽ എന്നെ ഇട്ട് കളഞ്ഞു, പക്ഷെ ഞാൻ സിംഹത്തിന്റെ ഗുഹ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല, അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. എന്ന് പറഞ്ഞാൽ നീ സിംഹത്തിന്റെ ഗുഹയിലൂടെ തന്നെ കടക്കണം, നീ തീയിലൂടെ തന്നെ കടക്കണം, നീ വെള്ളത്തിൽ കൂടെ തന്നെ കടക്കണം, പക്ഷേ
അതൊന്നും നിന്നെ തൊടുകയില്ല. എന്താ അമേൻ സോറി ഇത്ര ഉറപ്പ്? അമേൻ സോറി അതാണ് ഭക്തന്മാരുടെ ഉറപ്പ് എന്ന് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ നമ്മൾ വല്ലാതെ തകർന്നിരിക്കുമ്പോൾ, ആശകൾ അറ്റുപോയിരിക്കുന്ന സമയത്ത് ഹന്നയുടെ ഒരു വാക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുകയാ. അമേൻ സുറിഞ്ഞു അവൾക്ക് പറയുവാൻ മറ്റുള്ളവരുണ്ട് കേട്ടോ, അവളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ട് കേട്ടോ. പക്ഷേ അവൾ പറഞ്ഞത് അവളുടെ ദൈവത്തോടാണെങ്കിൽ ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, അമേൻ ദൈവാത്മാവ് കൃത്യമായിട്ട് ഇടപെടുക. അമേൻ സുറിഞ്ഞ ചില വിഷയത്തിനകത്ത് അമേൻ സുറിഞ്ഞു വല്ലാതെ നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അമേൻ സുറിഞ്ഞു മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയാതെ വണ്ണം ചില വിഷയത്തിനകത്ത് അമേൻ റീന റെജി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക. അവൻ നിന്റെ ജീവിതത്തിനകത്ത് അങ്ങനെയാകട്ടോ, ചില പെനീനമാരുടെ അനുഭവങ്ങൾ പോലെ നീ ഇന്ന് കടന്നു പോകുമ്പോൾ അവൻ ജീവിതത്തിന്റെ ചില പ്രത്യേകമായ മേഖലകളിനകത്ത് വല്ലാതെ തളർന്ന് വല്ലാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, വളരെ മുഷിപ്പിച്ചു എന്ന ചില വിഷയങ്ങൾ നിമിത്തമായിട്ട് കർത്താവിന്റെ ദാസിയെ നീ വല്ലാതെ മുഷിഞ്ഞുകൊണ്ടാണ് ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായി വിവേചിച്ചുകൊണ്ട് പറയുകയാ, അമേൻ സുറിഞ്ഞു ആ മുഷിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമുണ്ടല്ലോ, വാടിക്കൊണ്ടിരിക്കുന്ന വിഷയമുണ്ടല്ലോ, അതിന്റെ അകത്തും താങ്കളെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുമ്പോൾ, അമേൻ സുറിഞ്ഞു പെനീന ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഹന്നയെ ചേർത്ത് പിടിക്കേണ്ടത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ ദാസനെ, അത് എൻ്റെ തന്നെ ഫോൾഡറാണ്, റേഡിയന്റ് ജനറേഷൻ ഉള്ളത്. ഓക്കെ, അമേൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേൻ സ്തോത്രം ചെയ്യുന്നു. എന്നാന്ന് വെച്ചാൽ പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. കർത്താവിന്റെ ദാസിയുടെ ആ ഒരു കാര്യം ദൈവാത്മാവ് ഇടപെടുക. പെനീന അമേൻ സ്തോത്രം ചെയ്യുന്നു അവളുടെ ജീവിതത്തിൽ കുഞ്ഞ് ഉണ്ടായിരുന്നപ്പോൾ, അവളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിരുന്നപ്പോൾ അവള് ഹന്നയെ ചേർത്ത് പിടിക്കണമായിരുന്നു. പക്ഷേ അവളെ ഹന്ന അമേൻ സ്തോത്രം പെനീന ചേർത്ത് പിടിക്കുന്നതിന് പകരമായിട്ട് വളരെ മുഷിപ്പിച്ചതുപോലെ അമേൻ സ്തോത്രം റീന എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയോട് ദൈവാത്മാവ് ഇടപെടുക. ചില വിഷയങ്ങൾ വല്ലാതെ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാ, ചില വിഷയങ്ങൾ വല്ലാതെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. എന്നാൽ അതിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. എന്നാണെന്നറിയാമോ? നിന്റെ ഭാരങ്ങളെ അറിയുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം പറയുക, നീ ആശ അറ്റുപോയി എന്ന് ചിന്തിക്കുന്ന ആ വിഷയമുണ്ടല്ലോ, ഇനി മുന്നോട്ടേക്ക് കടക്കുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്ന ആ വിഷയമുണ്ടല്ലോ, അതിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുകയാണ്. കർത്താവിന്റെ ദാസിയെ, ആശ നിനക്ക് മാത്രമേ അറ്റുപോയിട്ടുള്ളൂ. നമ്മുടെ ഉടയവനായിട്ടുള്ള നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ ആശ അറ്റുപോയിട്ടില്ല. ഇന്ന് പകൽക്കാലം ആ ദൂതനെ പൊതുവായിട്ട് ഞാനൊരു കാര്യമായിട്ട് കൈമാറട്ടെ പ്രിയമുള്ളവരെ. ഡോക്ടർമാർക്ക് ആശ അറ്റുപോയിട്ടുണ്ടാകും. ഈ ലോകത്തിലെ എന്തിനേറെ നിങ്ങളെ സ്നേഹിക്കുന്ന പ്രിയമുള്ളവർക്ക് ആശ അറ്റുപോയിട്ടുണ്ടാകും. പക്ഷേ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് ആശ അറ്റുപോകുന്നില്ല. ആ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണെങ്കിൽ ഇമ്പോസിബിൾ ആയിരിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു നിയോഗം നൽകുകയാ. നടക്കത്തില്ല എന്ന് ലോകം വിധി എഴുതിയിരിക്കുന്ന ചില റിപ്പോർട്ടുകളുടെ അകത്ത് ഇന്ന് അമേൻ പറഞ്ഞിരുന്നു നമ്മൾ ഈ മീറ്റിങ്ങിനകത്തായിരിക്കുമ്പോൾ ചില തലമുറകളോടുള്ള ബന്ധത്തിൽ, ചില പേപ്പർ വർക്കോടുള്ള ബന്ധത്തിൽ ചില ഭാവി സംബന്ധമായ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ഇടപെടുക. എന്ത് നിന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് ഒരു മനുഷ്യനും അത് ഒതുക്കുവാൻ കഴിയുകയില്ല എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ആലോചന കൈമാറുമ്പോൾ അവിടെ സുന്ദരമായ ഒരു കാര്യമുണ്ട്. അമേൻ പറഞ്ഞു ഹന്നയ്ക്ക് കരയുവാൻ ഒരു ഇടമുണ്ട്, നമുക്കും കരയുവാൻ ഒരു ഇടമുണ്ട്. അത് ആരും കാണാത്തതാ, ആരും അറിയാത്തതാ. അമേൻ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, സന്ധ്യയെങ്കിൽ കരച്ചില്ല, പക്ഷേ ഉഷസ്സിൽ അമേൻ പറഞ്ഞു നമുക്കൊരു പ്രഭാതമുണ്ട്, നമുക്ക് വേണ്ടി ഒരു പ്രത്യാശയുടെ ഒരു പ്രഭാതമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ കരഞ്ഞ പ്രിയമുള്ളവരോട്, ഇന്നലകളിൽ ഭാരപ്പെട്ട പ്രിയമുള്ളവരോട്, ഇന്നലകളിൽ ആശ അവസാനിച്ച പ്രിയമുള്ളവരോട് നീ ഒരു ചരിത്രമാകുവാൻ പോകുകയാ. ചുമ്മാ നിങ്ങളെ സുഖിപ്പിക്കുവാൻ വേണ്ടി പറയുകയല്ല. എന്താ ചരിത്രത്തിന്റെ പ്രത്യേകത? ചരിത്രമാകുവാൻ വേണ്ടി പോകുന്ന ഓരോ വ്യക്തിയോട് ചോദിച്ചാലും അവൻ അല്ലെങ്കിൽ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിനുവേണ്ടി ഞാൻ വില കൊടുത്തതാ. അല്ല നെഹമ്യാവേ, അമേൻ സ്തോത്രം ചെയ്യുന്നു, പണ്ട് അമേൻ സ്തോത്രം നിങ്ങൾ അമേൻ മതിൽ പണിയുവാൻ വേണ്ടി പോയതല്ലേ? അവിടെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, സൻബല്ലത്തും തോബിയാവും എനിക്കെതിരായിട്ട് നിന്നപ്പോ അമേൻ സ്തോത്രം ആ കൂട്ടങ്ങൾ എനിക്കെതിരായി ശബ്ദമുയർത്തിയപ്പോൾ, അവരുടെ അമേൻ സ്തോത്രം കൂട്ടുകെട്ടുകൾ എനിക്കെതിരായി നിന്നപ്പോൾ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക. ചില കൂട്ടുകെട്ടുകളെ ദൈവം പൊളിക്കുവാൻ പോകുകയാകട്ടോ. അമേൻ സ്തോത്രം ചില കൂട്ടുകെട്ടുകൾ നമുക്ക് വിരോധമായി നിൽക്കുവാൻ തുടങ്ങിയിട്ട് നാളുകളായിരിക്കുമ്പോൾ, ചില കൂട്ടുകെട്ടുകൾ നമുക്ക് വിരോധമായി ചില മേഖലകളകത്ത് വല്ലാതെ നമ്മളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ചില കൂട്ടുകെട്ടുകൾ നമ്മളെ വല്ലാതെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് ആത്മാവിൽ ഞാൻ ആലോചന കൈമാറട്ടെ. എൻ്റെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് അമേൻ സ്തോത്രം ദൈവത്തിന്റെ പദ്ധതിക്ക് വിപരീതമായി നിൽക്കുന്ന ചില കൂട്ടുകെട്ടുകളുണ്ട്. അമേൻ സ്തോത്രം ആ കൂട്ടുകെട്ടുകളുടെ പ്രത്യേകത നമ്മുടെ ആത്മീക മേഖലയുടെ അകത്ത് തകർക്കുക എന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ പണി നടക്കരുത്, നമ്മുടെ കുടുംബത്തിനകത്ത് പണി നടക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില മേഖലകൾ, നമ്മുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥത ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ചില മേഖലകൾ, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ചില മേഖലകൾ, അതിന്റെ അമേൻ ചെയ്യുന്നു അകത്ത് പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ അധികാരത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാ. എന്തുവാ പ്രാർത്ഥിക്കുന്നത്? അമേൻ ചെയ്യുന്നു ചില പണികൾ നടക്കുവാൻ പോകുകയാ. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, എന്റെ കുടുംബത്തിനകത്ത് ഒരു പണി നടക്കുവാൻ പോകുകയാ, എന്റെ കുടുംബത്തിനകത്ത് ദൈവം ചിലത് പൂർത്തീകരിക്കുവാൻ പോകുകയാ, എന്റെ കുടുംബത്തിനകത്ത് അസാധാരണമായ ദൈവ
ദൈവത്തിന്റെ ഇടപെടലുകൾ നടക്കുവാൻ പോകുകയാ. മനുഷ്യൻ എക്സ്പയറി ഡേറ്റ് ഇട്ടിരിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത്, മനുഷ്യൻ നോ പറഞ്ഞിരിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത്, മനുഷ്യൻ നെഗറ്റീവ് റിപ്പോർട്ട് ഇരിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുവാൻ പോകുകയാണ് എന്ന പ്രാഗൽഭ്യത്തോട് കൂടിയിട്ട് അമേൻസ്വരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിൽ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാനൊരു ആലോചന കൈമാറട്ടെ. സാറാമ ഷാജി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയോട് ദൈവാത്മാവ് ഇടപെടുകയോ കേട്ടോ. അവൻ ചില വിഷയത്തിന്റെ അകത്ത് അങ്ങനെയാ വെട്ടിക്കളഞ്ഞ വിഷയങ്ങളാ, അവൻ ആശ അറ്റുപോയ വിഷയങ്ങളാ. എന്നാൽ അതിന്റെ അകത്ത് ദൈവം ഒരു പണി തുടങ്ങുവാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ഇടപെടുമ്പോൾ ആ പണി നടക്കുവാൻ ഇന്നൊരു സാധ്യതയില്ല കർത്താവിന്റെ ദാസിയെ. ആ പണി നടക്കുവാൻ യാതൊരു മേഖലയും ഇല്ല കർത്താവിന്റെ ദാസിയെ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് താങ്കളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നടപ്പിലാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം കൃത്യമായിട്ട് ഇടപെടുകയാണ്. ചില പണികൾ ദൈവം തുടങ്ങുവാൻ പോകുമ്പോൾ മനുഷ്യരുടെ ചില പണികൾക്ക് മാറ്റം വരും കേട്ടോ. ദൈവാത്മാവ് കൃത്യമായിട്ട് ഇടപെടുക. മനുഷ്യരുടെ ചില പണികൾ അത് മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ചില പണികൾ താങ്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുവാൻ പോകുകയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് ഇടപെടുമ്പോൾ ആശ അറ്റുപോയി എന്ന് പറഞ്ഞ വിഷയം, ആശ അറ്റുപോയി എന്ന് ചിന്തിച്ച വിഷയം, ദാസിയെ അതിനകത്ത് തന്നെ ഒരു വിടുതലുണ്ട് എന്ന് ദൈവാത്മാവ് ഇടപെടുമ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിലൂടെ വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് കടന്നു പോകുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എന്നാണെന്നറിയാമോ? അതിൻ്റെ താഴോട്ടേക്ക് വായിച്ചു വരുന്ന സമയത്ത് അവിടെ കാണുക, വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടും ഇരിക്കുകയാണ്, ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും പോയി. ആശ പോയെന്നല്ല പറഞ്ഞത്, ഒക്കെയും പോയി അല്ലേ. നമ്മുടെയൊക്കെ ചില സമയത്ത് സകല പ്രതീക്ഷകളും അവസാനിക്കുന്ന ചില മേഖലകളുണ്ട്. ഇനി മുന്നോട്ടേക്ക് കടക്കുവാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന മേഖലകളുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റം ഉണ്ടാകത്തില്ല എന്ന് ചിന്തിക്കുന്ന ചില മേഖലകളുണ്ട്. ഇന്ന് പകൽക്കാലം പറയുവാൻ സാധിക്കുമോ? ആ മേഖലയുടെ അകത്ത് തന്നെയാണ് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ആ മേഖലയുടെ അകത്ത് തന്നെയാണ് ദൈവം എനിക്ക് വേണ്ടി ഇടപെടുന്നത് എന്ന് പറഞ്ഞാൽ അമേൻ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മുന്നിൽ നീണ്ട നെഗറ്റീവ് ലിസ്റ്റുകൾ കിടക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അമേൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ അമേൻ സാർ കണക്കിൽ ഒരു തത്വമുണ്ട്, 2 നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് ആകും. നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ 2 നെഗറ്റീവ് വന്നാൽ ഡിപ്രഷൻ അടിക്കും. നമ്മൾ 2 നെഗറ്റീവ് വന്നാൽ ഏതെങ്കിലും അമേൻ പറഞ്ഞത് മൂലയിൽ ഒതുങ്ങിയിരിക്കും. നമ്മൾ 2 നെഗറ്റീവ് വന്നാൽ അമേൻ സ്റ്റാറ്റസ് ഇടും. പക്ഷേ ഞാനൊരു കാര്യം തുറന്ന് പറയട്ടെ, അതിനെ പോസിറ്റീവ് ആക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നിന്റെ വിഷയം നെഗറ്റീവ് ആയിട്ടിരിക്കുമ്പോൾ അമേൻ സ്വന്തം ചെയ്യുന്നു, അതിനകത്തും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന്, അതിനകത്തും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ തള്ളപ്പെട്ട ദാവീദിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ആ മനുഷ്യനൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു, താൻ പണ്ട് കരടിയെയും സിംഹത്തെയും കൊന്നു എന്നൊരു കാര്യം. വളരെ ശാന്തമായിട്ടൊരു കാര്യം ഞാൻ പ്രിയമുള്ളവരോട് തുറന്ന് ഞാൻ സംസാരിക്കട്ടെ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്നറിയാമോ? അമേൻ പറഞ്ഞു, ഈ മനുഷ്യൻ തൻ്റെ സാക്ഷ്യം പറയുന്നത് അപ്പൻ്റെ അടുക്കലല്ല, തൻ്റെ സാക്ഷ്യം പറയുന്നത് സഹോദരൻ്റെ അടുക്കലല്ല. എന്ന് പറഞ്ഞാൽ ചിലതിനെ ദൈവം ചില സമയത്തേക്ക് വേണ്ടി മൂടി വെച്ചേക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ ചിലർ നിങ്ങളെ തള്ളിക്കളഞ്ഞത്, അതുകൊണ്ട് പ്രിയമുള്ളവരെ ചിലർ നമ്മളെ അവഗണിച്ചത്, അതുകൊണ്ട് പ്രിയമുള്ളവരെ ചിലർ നമ്മളെ അവൻ മാറ്റി നിർത്തിയത്, അതുകൊണ്ട് പ്രിയമുള്ളവരെ ചില മേഖലകളകത്ത് വല്ലാതെ നമ്മൾ തകർന്നു പോയത്. എന്നാൽ ഓർക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ. എന്നാൽ ഒരു സാഹചര്യം വന്നപ്പോൾ, മല്ലനായ ഗോലിയാത്ത് എഴുന്നേറ്റ് വന്നപ്പോൾ അമേൻ അഭിഷിക്തനായ ആ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ശൗല് പറയുക, അമേൻ നീ ഒരു ബാലന, നിനക്ക് അവനെ തൊടാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം നമ്മളെ നോക്കി പലരും പറയുക, അമേൻ പറഞ്ഞ് നിനക്കതിനെ തൊടാൻ പറ്റത്തില്ല, ആ വിഷയം നിന്നേക്കാൾ ശക്തിയുള്ളതാ, ആ വിഷയം നിന്നേക്കാൾ അമേൻ പറഞ്ഞത് വലിയതാ, ആ വിഷയം നിന്നേക്കാൾ അമേൻ പറഞ്ഞത് വളരെ അമേൻ പ്രബലമാ. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ദാവീദിന്റെ വാ തുറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ ശൗലേ, അവൻ അല്ല രാജാവേ, താങ്കൾ നോക്കുമ്പോൾ ഞാനൊരു ചെറുപ്പക്കാരനാ, താങ്കൾ നോക്കുമ്പോൾ ഞാനൊരു ബാല്യക്കാരനാ, താങ്കൾ നോക്കുമ്പോൾ ഞാനൊരു അമേൻ ബാലനാ. പക്ഷെ എനിക്കൊരു അനുഭവമുണ്ട്. അമേൻ പറഞ്ഞു, ആടുകളെ കൊല്ലുവാൻ വന്ന സിംഹത്തെയും കരടിയെയും വലിച്ചു കീറിയ ഒരു കഥ എനിക്ക് പറയുവാൻ സാക്ഷ്യം പറയേണ്ടടുത്ത് സാക്ഷ്യം പറഞ്ഞപ്പോ അത് ഇസ്രായേലെല്ലാം കേട്ടു. എന്താ പ്രത്യേകത? അത് അവന്റെ ഭവനത്തിനകത്ത് പറഞ്ഞിരുന്നേല, അവന്റെ കുടുംബത്തിനകത്ത് പറഞ്ഞിരുന്നേല. അമേൻ സ്തോത്രം ചെയ്യുന്നു. അവനെ പകയ്ക്കുന്ന സഹോദരന്മാർ ആ സാക്ഷ്യത്തെ കൂടെ അടച്ചു കളഞ്ഞേനെ. മനസ്സിലായോ? അതുകൊണ്ട് ചില മേഖലകളുടെ അകത്ത് അമേൻ സ്തോത്രം ചെയ്യുന്നു നമ്മൾ അടഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നത്, അതുകൊണ്ട് ചില മേഖലകളുടെ അകത്ത് നമ്മൾ തകർന്നിരിക്കുന്നത് പോലെ തോന്നുന്നത്. കഴിഞ്ഞ ദിവസം എല്ലാം ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ഒരു കാര്യമുണ്ട്. അമേൻ സ്തോത്രം ചെയ്യുന്നു. ഒഡീഷയിൽ നിന്നും കൂടി നാട്ടിലോട്ട് വന്ന സമയത്ത് അടുത്തൊരു ഓപ്പണിങ്ങിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവാത്മാവിനോട് ഇടപെട്ടൊരു കാര്യമുണ്ട്. ഇത് കാരാഗ്രഹത്തിന്റെ സീസണാ. എന്തോ അതിന്റെ പ്രത്യേകത. കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടെ ദൈവാത്മാവിനോട് ഇടപെട്ടു. അമേൻ സ്തോത്രം ചെയ്യുന്നു. അമേൻ 13 പുസ്തകങ്ങൾ, 13 ലേഖനങ്ങളിൽ അമേൻ സ്തോത്രം ചെയ്യുന്നു 4 പുസ്തകങ്ങൾ മാത്രമാണ് കാരാഗ്രഹ ലേഖനം എന്ന് പറയുന്നത്. അമേൻ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ മറ്റു പുസ്തകങ്ങൾ കാരാഗ്രഹ ലേഖനമല്ല. അമേൻ മറ്റു പുസ്തകങ്ങൾ എഴുതിയ സമയത്ത് പേനയുടെ ശബ്ദം മാത്രം ചലിച്ചപ്പോൾ കാരാഗ്രഹ ലേഖനത്തിന്റെ അകത്ത് ചങ്ങലയുടെ ശബ്ദം ചലിച്ചുവെങ്കിൽ ആ ചങ്ങലയിൽ നിന്ന് എഴുതിയ എഴുത്താണ്
അനേക ചങ്ങലയിൽ ഇരിക്കുന്ന ആളുകളെ അമേൻ പറഞ്ഞ് പുറത്തോട്ട് കൊണ്ടുവന്നതെങ്കിൽ, അനേക ചങ്ങലയിൽ കിടക്കുന്ന പ്രിയമുള്ളവരെ പുറത്തോട്ട് കൊണ്ടുവന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്റെ കാരാഗ്രഹത്തിന് നന്ദി പറ. ഇന്ന് പകൽക്കാലം നിന്റെ അടച്ചുറപ്പിച്ച അമേൻ മേഖലകൾക്ക് നന്ദി പറ. ഇന്ന് പകൽക്കാലം പുറത്തു കടക്കുവാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന മേഖലകൾക്ക് നന്ദി പറ. എന്തുകൊണ്ടാ? ദാവീദേ, നിനക്കൊരു സാക്ഷ്യം പറയേണ്ട സമയമുണ്ട്. നിന്റെ സാക്ഷ്യം അത് അമേൻ നിന്റെ വീട്ടുകാർ മാത്രമല്ല കേൾക്കേണ്ടത്, നിന്റെ സാക്ഷ്യം നിന്റെ കൂട്ടുകാർ മാത്രമല്ല കേൾക്കേണ്ടത്. അല്ല ദാവീദേ, ആ സാക്ഷ്യം കേൾക്കേണ്ടത് ഇസ്രായേൽ മൊത്തത്തില എന്ന് പറഞ്ഞാൽ അവൻ അമേൻ പറഞ്ഞത് വാ തുറന്ന് പറഞ്ഞ ആ സാക്ഷ്യമുണ്ടല്ലോ, ആ സാക്ഷ്യത്തിന്റെ അകത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന് വേണ്ടിയിട്ട് അത്ഭുതകരമായ കാര്യങ്ങളെ തുറന്നപ്പോൾ അമേൻ പറഞ്ഞു അതൊരു ചരിത്രമായി മാറിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമേൻ ചില മേഖലകളകത്ത് ഇന്ന് നമ്മൾ അടയപ്പെട്ടാലും കാരാഗ്രഹ ലേഖനം എഴുതിയിരിക്കുന്ന ആ ഭക്തൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അതാ വാക്കിന്റെ പ്രത്യേകത. ധൈര്യപ്പെടുത്തുന്ന വാക്ക്, ഉണർത്തുന്ന വാക്ക്, ശക്തീകരിക്കുന്ന വാക്ക്. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ കാരാഗ്രഹങ്ങൾക്ക് നമ്മെ ഒതുക്കുവാൻ സാധ്യമല്ല. ജോസഫിനോട് പറഞ്ഞാൽ സങ്കീർത്തനം 105:19 പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ വചനം നിവർത്തിയാകുവോളം അമേൻ പറഞ്ഞു അവനെ കാരാഗ്രഹത്തിൽ ഇട്ട് അവന്റെ കാലുകളെ ബന്ധിച്ചു. കാലുകളെ ബന്ധിക്കുന്ന മറ്റൊരു ഭാഗത്തോടെ ഇതിനെ കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതേ പൗലോസ്, നമ്മൾ വായിച്ച ഇതേ പൗലോസ് തന്നെ 16-ാം അധ്യായത്തിൽ അമേൻ പറഞ്ഞു അദ്ദേഹം മക്കദോന്യ വിളി പ്രകാരം അമേൻ പറഞ്ഞു ഒരു സ്ഥലത്തോട്ട് പോകുകയാണ്. അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആസിയയിലോട്ട് പോകണം, അതിനുശേഷമായിട്ട് അമേൻ ബിദുനിയയിലോട്ട് പോകണം. പക്ഷേ രണ്ട് സ്ഥലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിലക്കി. അവൻ ദൈവാത്മാവ് കൃത്യമായിട്ട് ശുശ്രൂഷകരോടുള്ള ബന്ധത്തിൽ അമേൻ പറഞ്ഞു അത്തരത്തിൽ അടുത്തൊരു ഗൈഡൻസിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയമുള്ളവരോട് ചിലതൊക്കെ വിലക്കിയത് ദൈവത്തിനും പദ്ധതിയുണ്ട് കേട്ടോ, ചിലതൊക്കെ മാറ്റിയതിന് ദൈവത്തിന് പദ്ധതിയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാ ഇന്ന് പകൽക്കാലവും ഈ മീറ്റിങ്ങിനകത്തായിരിക്കുന്നത്. പക്ഷേ 16-ാം അധ്യായത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ കാല് ആമത്തിൽ ഇട്ട് പൂട്ടി എന്ന് പറഞ്ഞാൽ ജോസഫിന്റെ കാല് അമേൻ പറഞ്ഞു ബന്ധിച്ചു, പൗലൂസിന്റെ കാല് ആമത്തിൽ ഇട്ട് പൂട്ടി എന്ന് പറഞ്ഞാൽ അമേൻ ഈ കാല് പൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റിനെ സ്റ്റോപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യാത്രകളെ സ്റ്റോപ്പ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ അമേൻ പറഞ്ഞു നമ്മളൊരു പ്രത്യേകമായ മേഖലകളിലകത്ത് നമ്മൾ അമേൻ ഒരു പ്രതിമയെ പോലെ ആകുന്നത് എന്ന് പറഞ്ഞാൽ പ്രവൃത്തികൾ നടക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ഇന്ന് പകൽക്കാലം അങ്ങനെ ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിലകത്ത് ഏതൊക്കെയോ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പ്രിയമുള്ളവരോട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. അമേൻ സ്വീകരിച്ചു. കഴിഞ്ഞ 40 വർഷമായിട്ട് ആ മനുഷ്യൻ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാ. കഴിഞ്ഞ 40 വർഷമായിട്ട് അമ്മായപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ആ മനുഷ്യൻ നടന്നുകൊണ്ടിരിക്കുകയാ. പക്ഷെ അവനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന്. എന്നാൽ അവൻ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന് വേണ്ടി ഇറങ്ങി വന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് കൃത്യമായി ഇടപെടുക. സകല പ്രതീക്ഷകളും അവസാനിച്ചിരിക്കുമ്പോൾ, സകല പ്രതീക്ഷകളും തകർന്നിരിക്കുമ്പോൾ അതിന്റെ അകത്ത് ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരോട് ദൈവാത്മാവ് കൃത്യമായിട്ട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. എന്നാണെന്നറിയാമോ? നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുവാൻ പോകുന്ന ആ ഒരു മഹത്തരമായ കാര്യം കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ സങ്കീർത്തനം 5:20 പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. രാജാവ് ആളയച്ച് അവരെ പുറത്തു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അമേൻ പറഞ്ഞു അവിടെ ഒരു മനുഷ്യനും അവനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. നിന്നെ ഒഴിവാക്കണമെന്ന് വിചാരിച്ച പല മേഖലകളുണ്ടല്ലോ, നിന്നെ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞ പല മേഖലകളുണ്ടല്ലോ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ പ്രിയമുള്ള ഒരു വചനത്തിൽ അങ്ങനെ കാണുവാൻ സാധിക്കുന്നില്ല. അവിടെ ഒരു കാര്യമുണ്ട്. എന്നറിയാമോ? ഈ ജോസഫ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴേ പലരും പറഞ്ഞു കാണും, അവന് ഭക്ഷണം കൊടുക്കുന്നവരും അവനെ സേവിപ്പിക്കുന്നവരും അവനെ സേവിക്കുന്നവരും അവൻ ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ പറഞ്ഞു കാണും നീ കാലാകാലം ഇതിനകത്ത് തന്നെ കിടക്കുമെന്ന്. പക്ഷേ അമേൻ അതേ വ്യക്തികളെ കൊണ്ട് തന്നെ അവനെ വിളിപ്പിച്ചപ്പോൾ, അവനെ മടക്കി വരുത്തിയപ്പോൾ അവന്റെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറിയെങ്കിൽ ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, നമ്മളൊരു സാക്ഷ്യമാകുവാൻ വേണ്ടി പോകുകയാ. നമ്മുടെ ഫസ്റ്റ് ഹാഫേ തുടങ്ങിയിട്ടുള്ളൂ, ഒരു സെക്കൻഡ് ഹാഫ് കൂടെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഹാഫിനകത്ത് വലിയ വേദനയാ. അമേൻ ഫസ്റ്റ് ഹാഫിനകത്ത് സകല പ്രതീക്ഷകളും പോയിരിക്കുന്നതാ. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. വായിച്ച വാക്യത്തിലൂടെ തന്നെ പറഞ്ഞു വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാ. എന്നിട്ട് 22-ാമത്തെ വാക്യം പറയൂ, അപ്പോസ്തലപ്രവൃത്തി 27:22, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നാളെ എന്നല്ല പറഞ്ഞത്. ഞാൻ ആ ഒരു ഭാഗം വായിച്ചപ്പോൾ ദൈവാത്മാവ് ഇടപെട്ടൊരു കാര്യം എന്നറിയാമോ? അടുത്ത വർഷം എന്നല്ല പറഞ്ഞത്, അടുത്ത മണിക്കൂറിൽ എന്നല്ല പറഞ്ഞത്, അടുത്ത മാസം എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ നന്മ കിട്ടുമ്പോൾ എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ഈ സമയത്ത് എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ആത്മാവിൽ അമേൻ ആ ഒരു കാര്യം തുറന്ന് അമേൻ സംസാരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ധൈര്യത്തോടെ ഇരുന്നാൽ അടുത്ത നിമിഷം നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നത്തെ നമുക്ക് നേരിടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ധൈര്യത്തോടെ ഇരുന്നാൽ അമേൻ നാളെ അമേൻ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന വിഷയത്തെ നമുക്ക് നേരിടുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ധൈര്യത്തോടെ ഇരുന്നാൽ നാളെ നമ്മൾ നേരിടുവാൻ പോകുന്ന നെഗറ്റീവ് റിപ്പോർട്ടുകളെ നമുക്ക് ധൈര്യത്തോടെ നേരിടുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ധൈര്യത്തോടെ ഇരുന്നാൽ ഡോക്ടർമാർ പറയുവാൻ പോകുന്ന നെഗറ്റീവ്
റിപ്പോർട്ടുകളുടെ അകത്ത് ദൈവത്തിന്റെ അത്ഭുതകരമായ കരം ചലിക്കും. അമേശ്വരം എന്തുകൊണ്ട് ആ ഒരു കാര്യം തുറന്ന് പറയുന്നതെന്ന് അറിയാമോ? ചില നെഗറ്റീവ് റിപ്പോർട്ടുകൾ അമേശ്വരം നമ്മുടെ നാളുകളെ അമേശ്വരം ചെയ്യുന്നു, ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആയിരിക്കുമ്പോൾ അതിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ധൈര്യത്തോടെ ഇരിക്കണം. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, കർത്താവെ നെഞ്ചത്ത് കൈവച്ചെന്ന് പറ, കർത്താവെ ഞാൻ ഇപ്പോൾ ധൈര്യപ്പെടുകയാ, കർത്താവ് എന്റെ നാളെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, കർത്താവ് എന്റെ അടുത്ത നിമിഷം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, എന്റെ തൊട്ടടുത്ത സമയം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അവൻ എന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, എന്റെ ശുശ്രൂഷ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, എന്റെ ഭാവി എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ഇപ്പോൾ ഞാൻ ധൈര്യപ്പെടുകയാ. എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും, കർത്താവ് ഈ രോഗത്തിനകത്തോ, ഈ അമേൻസുറിഞ്ഞ് ഞാൻ കടന്നു പോകുന്ന മേഖലകളിലകത്തോ, ഈ ഏകാന്തതകളകത്തോ, ഈ വേദനകളകത്തോ ഞാൻ തകരത്തില്ല, ഇപ്പോൾ ഞാൻ ധൈര്യപ്പെടുകയാണെന്ന് എത്ര പേർക്ക് ആത്മാവിൽ പറയുവാൻ സാധിക്കും? അത് തന്നെയാ ഭക്തന്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. ഞാൻ ധൈര്യപ്പെടുന്നത് അവനൊരു മനുഷ്യനല്ല, ഞാൻ ധൈര്യപ്പെടുന്നതല്ല, അവൻ ധൈര്യപ്പെടുന്നത് എന്റെ ദൈവത്തില. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ട വളരെ അമേൻസുറിഞ്ഞു ഒരു സുന്ദരമായ ഒരു കാര്യം കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുക, 276 പേര് ഈ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് അവിടെ അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ പറയൂ, പൗലോസെ ഭയപ്പെടരുത്. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഈ പൗലോസെ ഭയപ്പെടരുത് എന്ന് പറയാൻ കാരണം എന്തുമായിരിക്കും? എന്തുകൊണ്ടാണ് പൗലോസിൻ്റെ പേര് അവിടെ എടുത്തു പറഞ്ഞത്? എന്തുകൊണ്ടാണ് അവിടെ മറ്റൊരാളുടെ പേര് പറയാതിരുന്നത്? എന്ന് പറഞ്ഞാൽ പൗലോസ് നിന്നാൽ മാത്രമേ കപ്പലിലുള്ള പലരും നിൽക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നീ നിന്നാൽ മാത്രമേ അമേൻസുറിഞ്ഞ് പലരും നിൽക്കത്തുള്ളൂ. അവൻ നീ ഉറച്ചു നിന്നാൽ പലരും നിൽക്കും. അവൻ നീ വീണ് പോയാൽ പലരും വീണ് പോകും. അതുകൊണ്ടാണ് പൗലോസെ നിന്റെ പേര് അവിടെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇതിനകത്ത് ഏകദേശം 176ഓളം ഫോൾഡേഴ്സ് ഉണ്ട്. അവരുടെ ആത്മാവിൽ ഞാനൊരു കാര്യം പറയട്ടെ, ആർക്കുമില്ലാത്ത വേദന നമുക്കുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത യാചനകൾ നമുക്കുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുവെങ്കിൽ, ആരോടും പറയാത്ത വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൃത്യമായിട്ട് ഇടപെടുകയാ. എന്നറിയാമോ, ആർക്കും കടന്നു പോകാത്തൊരു പെയിനിലൂടെ എനിക്കറിയുന്ന സഹോദരൻ അനിൽ മാത്യു അദ്ദേഹം കടന്നു പോകുന്നത് ഇപ്പോൾ വല്ലാത്തൊരു പെയിനിലൂടെയാ, ആർക്കും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തൊരു പെയിനിലൂടെയാ. പക്ഷെ അദ്ദേഹം എപ്പോഴും എന്നോട് പറയുന്ന ഒരു വാക്കുണ്ട്, എന്നറിയാമോ, സ്തോത്രം ചെയ്യുന്നു, ഞാൻ കടന്നു പോകുന്ന ഈ ഒരു പെയിൻ ഉണ്ടല്ലോ, അതിനകത്ത് അനേകരെ ചലിപ്പിക്കുന്ന ഒരു സാക്ഷ്യമുണ്ടെന്ന് ആ മനുഷ്യൻ പലപ്പോഴും എന്നോട് പറയുമ്പോൾ, ഇന്ന് ആത്മാവിൽ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, താൻ വല്ലാതെ തകർന്ന ഇന്ന് ഇരിക്കുന്നത്, താൻ വല്ലാതെ മറ്റൊരു സാഹചര്യത്തിലാണ് ഇന്ന് ആയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്തും അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവത്താൽ സകലതും സാധ്യമെന്ന്. ആ ഉറപ്പാ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ സാക്ഷ്യം എന്ന് പറയുന്നത്. ആ സാക്ഷ്യമാ പ്രിയമുള്ളവരെ അനേകരെ ചലിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ പൗലോസെ നിന്റെ പേര് എടുത്തു പറയുന്നത്, നീ ഭയപ്പെടരുത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന 178 പേരോട് അവരുടെ പേര് വിളിച്ചു പറയുവാൻ എനിക്ക് സമയമില്ല. എന്നാൽ നിങ്ങൾ തന്നെ വിളിച്ചു പറ, പേര് ചൊല്ലി പറ, സനുവേ നീ ഭയപ്പെടരുത്, അനിതയെ നീ ഭയപ്പെടരുത്, അംബികയെ നീ ഭയപ്പെടരുത്, അനിലെ നീ ഭയപ്പെടരുത് എന്ന് വിളിച്ചു പറ. എന്തുവാ നമ്മൾ ഭയപ്പെട്ട പ്രിയമുള്ളവരെ പലതും ഭയപ്പെട്ടു പോകും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളെ തോൽപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മൾ തോറ്റു എന്ന് സമ്മതിക്കുന്നതാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ ഭക്തൻ തോക്കുന്നത് എപ്പോഴെന്നറിയാമോ, അവൻ്റെ സകല പ്രതീക്ഷകളും പോയിട്ട് അവനിനി ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ്. എന്നാൽ ഞാൻ ആത്മാവിലൊരു ആലോചന കൈമാറട്ടെ, ക്യാൻസർ വന്നപ്പോൾ, മാരക രോഗം വന്നപ്പോൾ, മാരക തകർച്ചകളിലൂടെ കടന്നു പോയപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഞാൻ ഭയപ്പെടത്തില്ലെന്ന്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പൗലോസ് അവിടെ നിൽക്കേണ്ടതാ. അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ, 24-ാമത്തെ വാക്യം, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. എത്ര പേർക്ക് ബോധ്യമുണ്ട് ഞാൻ ചിലതിന്റെ മുന്നിൽ നിൽക്കേണ്ടതാ? ചില വിഷയത്തിന്റെ അകത്ത് ഞാൻ കടന്നു പോകുന്നത് എന്നെ ചിലതിന്റെ മുമ്പാകെ ദൈവം നിർത്തുവാൻ വേണ്ടിയിട്ടാ. ചെയ്യുന്നു, ചിലതിന് മുമ്പാകെ ഇരുത്തുവാനല്ല, ചിലതിന് മുമ്പാകെ നിൽക്കുവാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ആ നിൽപ്പ് എന്ന് കാണിക്കുന്നത് അധികാരത്തെയാ. നിൽപ്പ് എന്ന് കാണിക്കുന്നത് നമ്മളിലുള്ള വ്യത്യസ്തതയാ. ചെയ്യുന്നു, ചിലയിടത്തൊക്കെ നമ്മൾ ഇരുത്തിയിട്ടുണ്ടാകാം, ചിലയിടത്തുനിന്നൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ടാകാം. പക്ഷേ ദൈവാത്മാവ് സംസാരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, നീ ചിലയിടത്ത് നിൽക്കേണ്ടതാണ് പൗലോസെ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഈ കാര്യം പൗലോസിനോട് തന്നെ പറയുവാനുള്ള കാര്യം എന്തുവാ? പൗലോസിനോട് പറയുവാനുള്ള കാര്യമാണ്. പൗലോസിനൊരു വാക്തത്വം ദൈവം കൊടുത്തത്. എന്തുവാ വാക്തത്വം? അല്ല പൗലോസെ, ആരൊക്കെ പൗലോസിന് പണ്ടൊരു ആഗ്രഹമുണ്ട് റോമയിലോട്ടൊന്ന് പോകണം. പക്ഷേ അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ സാഹചര്യം വെച്ച് റോമയിലോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് ഒരുക്കിയ ഒരു വഴിയാണ് റോമയിലോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തടവുകാരൻ എന്ന് പറയുന്നത്. തടവുകാരന്റെ വേഷത്തിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മളൊക്കെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ തടവുകാരാ പ്രിയമുള്ളവരെ. ഞാൻ എന്തുവാ അങ്ങനെ പറഞ്ഞത്? നിങ്ങളെ സംശയിപ്പിക്കുവാനല്ല. ചിലതിനൊക്കെ നമ്മൾ തടവുകാരാ. രോഗത്തിന് നമ്മൾ തടവുകാരാ, സമാധാനമില്ലാത്തതിന് നമ്മൾ തടവുകാരാ,
അമീൻസ് വലിയ പ്രതിസന്ധികൾക്ക് നമ്മൾ തടവുകാരാ. പക്ഷേ തടവുകാരൻ എന്നുള്ള ലേബൽ എപ്പോഴാണ് മാറുന്നതെന്ന് അറിയാമോ? അതിലൂടെ കടന്നു പോയിട്ട് അനേകായിരങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവരോട് വിളിച്ചു പറയുവാൻ സാധിക്കും. അമീൻസ് ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ പറഞ്ഞതാണെന്ന് എനിക്കറിയത്തില്ല. അമീൻസ് എനിക്ക് അമീൻസ് 8 വയസ്സുള്ള സമയത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് മാറ്റപ്പെട്ടു. അമീൻസ് പക്ഷേ ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, പല കുഞ്ഞുങ്ങൾ അവരുടെ അമീൻസ് അപ്പനില്ലാത്തതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൻ അമീൻസ് അവൻ അന്ന് ഭൂമിയിൽ നിന്ന് അവൻ മാറ്റപ്പെട്ടുവെങ്കിലും ഇന്ന് എനിക്ക് സ്വർഗസ്ഥനായ ഒരു അപ്പനുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വേദനയാണ് എനിക്ക് മറ്റുള്ളവരോട് പറഞ്ഞു നൽകുവാൻ കഴിയുന്ന ഏറ്റവും നല്ല സന്ദേശം എന്ന് പറയുന്നത്. എൻ്റെ അനുഭവങ്ങളാണ് എനിക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അനുഭവങ്ങളാണ് കേട്ടോ അനേകരുടെ മുമ്പാകെ നിൽക്കുന്നത്, അനേകരെ ചലിപ്പിക്കുന്നത്, അനേകരെ ജീവനുള്ളതാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അമീൻസ് ചില അനുഭവങ്ങൾക്ക് നന്ദി പറയണം കേട്ടോ. അമീൻസ് ആ അനുഭവങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ചില പ്രത്യേകമായ മേഖലകളിലൂടെ കടത്തിവിടുന്നത്. അമീൻസ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് ഒക്കെ വന്നു അല്ലെ? അമീൻസ് +2ന്റെ റിസൾട്ട് അടുത്തയാഴ്ച വരാൻ പോകുക. എന്തോ പ്രത്യേകത അമീൻസ് അത് എഴുതി കഴിഞ്ഞ പാസ്സായ അടുത്തൊരു പ്രൊമോഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എഴുതുന്ന എക്സാം ഉണ്ടല്ലോ, അത് രോഗമാകുന്ന എക്സാം ആകട്ടെ, അമീൻസ് ഒറ്റപ്പെടുന്ന എക്സാം ആകട്ടെ, ഏകാന്തതയാകുന്ന എക്സാം ആകട്ടെ, ഓരോരുത്തർക്കും ഓരോ എക്സാം. IASകാർക്ക് എഞ്ചിനീയറിന്റെ എക്സാം കൊടുക്കത്തില്ല, എഞ്ചിനീയറുകാർക്ക് MBBSന്റെ എക്സാം കൊടുക്കത്തില്ല. നമ്മൾ എഴുതേണ്ട എക്സാം ഉണ്ട് കേട്ടോ. നമ്മൾ എഴുതേണ്ട എക്സാം അത് നമ്മൾ തന്നെ എഴുതണം കേട്ടോ. ആ എക്സാം നമ്മൾ എഴുതുമ്പോൾ അനേകരുടെ മുമ്പിൽ നമ്മൾ നിൽക്കും, അനേകരുടെ മുമ്പിൽ നമ്മളൊരു സാക്ഷ്യമാകും. പൗലോസിനോട് പറയോ, പൗലോസേ നീ ചിലതിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതാ. എത്ര പേർക്ക് പറയാൻ പറ്റും? ആ നെഞ്ചത്ത് കൈവച്ചോടൊന്ന് പറ, കർത്താവേ ഈ സാഹചര്യത്തിൻ്റെ അകത്തും ഞാൻ ചിലതിൻ്റെ അകത്ത് നിൽക്കേണ്ടതാ, ഈ സാഹചര്യത്തിൻ്റെ അകത്തും ഞാൻ ചിലതിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതാ. അതുകൊണ്ടാണ് കർത്താവ് ഈ ഭാരം എൻ്റെ ജീവിതത്തിൽ വന്നത്, അതുകൊണ്ടാണ് കർത്താവ് ഈ പ്രയാസം എൻ്റെ ജീവിതത്തിൽ വന്നത്, അതുകൊണ്ടാണ് കർത്താവ് ഈ തനിച്ചായി ഞാൻ പോയത്, അതുകൊണ്ടാണ് കർത്താവേ എൻ്റെ ജീവിതത്തിനകത്ത് വലിയ വേദനകൾ വന്നത്. ആ വേദനകൾക്ക് നന്ദി പറയുവാൻ കഴിയുമെങ്കിൽ ആ ഭക്തൻ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ. ഭക്തനോട് ദൂതൻ പറയുക, പൗലോസെ ഭയപ്പെടരുത്, നീ ചിലതിൻ്റെ മധ്യേ നിൽക്കേണ്ടതാകുന്നു. അടുത്ത വാക്ക് ചെയ്യുന്നു. ഈ പൗലോസിനോട് ഈ കാര്യം പറയുന്നതിന് മുമ്പ് ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് നൽകിയ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, 4 കാറ്റുകൾ. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ചില കാറ്റുകൾ അടിച്ചത് കൊണ്ടല്ലേ പ്രിയമുള്ളവരെ ഇന്ന് നമ്മളായിരിക്കുന്ന ഈ സാഹചര്യത്തിലായിരുന്നത്? അതുകൊണ്ടല്ലേ നമ്മളിന്ന് വല്ലാതെ തളർന്നു പോയത്? അതുകൊണ്ടല്ലേ നമ്മൾ വല്ലാതെ വാടിപ്പോയത്? ഈ കാറ്റിനൊരു പ്രത്യേകതയുണ്ട്. കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടല്ലേ ചില മേഖലകളിനകത്ത് സഡൻ സ്റ്റോപ്പായിട്ട് ഇന്ന് ജീവിതം ഒരു ചോദ്യചിഹ്നമായിട്ട് ഇരിക്കുന്നത്. അമീൻസ് പക്ഷേ ഞാനൊരു കാര്യം തുറന്ന് പറയട്ടെ. അമീൻസ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബൈബിൾ സ്റ്റഡി ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ദൈവാത്മാവ് സംസാരിച്ചൊരു കാര്യം കേട്ടോ. അമീൻസ് ഹിന്ദി പരീക്ഷയ്ക്ക് എഴുതിയ പ്രിയമുള്ളവരൊന്ന് കരം ഉയർത്താമോ? ഹിന്ദി എക്സാം എഴുതിയ പ്രിയമുള്ളവരൊക്കെ ഒന്ന് കരം ഉയർത്താൻ പറ്റുമോ? അമീൻസ് ഹിന്ദി പഠിച്ചവരോ, ഹിന്ദി അമീൻസ് ഞാൻ എക്സാം എഴുതിയവരോ, എന്തോ പ്രത്യേകത എന്നറിയാമോ? അതൊരു പ്രത്യേകതയുടെ പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കുന്ന സമയത്തെ അമീൻസ് തമാശ രൂപേണ ഞാനൊരു കാര്യം പറയട്ടെ. അമീൻസ് പല ഹിന്ദി ചോദ്യത്തിൻ്റെയും ഉത്തരം നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ അതേ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ട് ലാസ്റ്റ് ഒരു വരയിടും, അത് ഉത്തരമായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ചോദ്യം തന്നെയാണ് ഉത്തരം. നമ്മുടെ ചില ചോദ്യങ്ങളുണ്ടല്ലോ, അത് തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രശ്നത്തിനുള്ള ഉത്തരം. എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിനുള്ള ഉത്തരം തേടി നമ്മൾ ലോകം ചുറ്റണ്ട, പ്രശ്നത്തിനുള്ള ഉത്തരം തേടി നമ്മൾ പ്രവാചകനെ ചുറ്റണ്ട. പ്രശ്നത്തിനുള്ള ഉത്തരം അതിനകത്ത് തന്നെയുണ്ട്. എൻ്റെ യേശു ജീവിക്കുന്നു, അത് തന്നെയാണ് ഏറ്റവും വലിയ ഉത്തരം. എൻ്റെ യേശു ഇന്നും നിലനിൽക്കുന്നു. എൻ്റെ യേശു അമൻസുർ മരണത്തെ ജയിച്ചിരിക്കുന്നു. അമൻസുർ എഫേസ്യ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചുവെങ്കിൽ ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ഇടപെടുകയാണ്. അവൻ മരിച്ചു കിടക്കുന്ന ചില സാഹചര്യത്തിനകത്ത്, ശവക്കുഴിയുടെ അകത്ത് കിടക്കുന്ന ചില സാഹചര്യത്തിനകത്ത്, പുറത്തു വരത്തില്ല എന്ന് ലോകം പറയുന്ന ചില വിഷയത്തിനകത്ത് അമേൻസുർ യോവേൽ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വിത്ത് കട്ടകളുടെ മേൽ കിടക്കുകയാണ്. അമേൻസുർ കട്ട, അമേൻസുർ ചില കട്ടകൾ അമേൻസുർ പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം, ഫലം കായ്ക്കുവാൻ കഴിയാതെ വണ്ണം ചില വിത്തുകളെ ഒതുക്കി വെക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ അമേൻസുർ ഈ ഭക്തനായ മനുഷ്യനോട് പറയുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ അതിലൂടെ ആ മെസ്സേജിന്റെ കൺക്ലൂഷനോട് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അമീൻസ് പൗലോസിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവിക ദൂതൻ വന്ന് പറയുന്ന കാര്യം, പൗലോസ് നീ ഭയപ്പെടല്ലേ. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നേ, നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഈ 276 പേരുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ പൗലോസാണ്. അവിടെ കൂടെയുള്ള ആളുകളൊക്കെ ആരാ? തടവുകാരാ. പക്ഷെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പൗലോസിന്റെ ജീവിതത്തിൽ മറ്റാരും അമേൻസ് കടന്നു പോകാത്ത 4 കാറ്റുകളുണ്ട്. ഒന്നാമത്തെ കാറ്റിന്റെ പ്രത്യേകത അത് നമുക്ക് 27-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കും. കാറ്റ് സമ്മതിക്കായകയാൽ. അപ്പൊ സമ്മതിക്കാത്ത കാറ്റുണ്ട്. മനസ്സിലായോ? സമ്മതിക്കാത്ത കാറ്റുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കാത്ത കാറ്റുണ്ട്, പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്യുവാൻ സമ്മതിക്കാത്ത കാറ്റുണ്ട്, ഉപവസിക്കുവാൻ സമ്മതിക്കാത്ത കാറ്റുണ്ട്, അല്ലേ? എത്രയോ സമ്മതിക്കാത്ത കാറ്റുകൾ
നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുക അല്ലേ? എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിനകത്ത് ചില പ്രത്യേകമായ മേഖലകളകത്ത് പല വിഷയങ്ങളും നമ്മൾ ചെയ്തിട്ടും പല കാര്യങ്ങളോട് നമ്മൾ ഇറങ്ങിയിട്ടും സമ്മതിക്കാതെ വണ്ണം ചില കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അമീൻ പറഞ്ഞു അതിൻ്റെ 7-ാമത്തെയും 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്. അമീൻ കാറ്റ് സമ്മതിക്കാകിയാൽ ക്രേത്താ ദ്വീപിൻ്റെ മറപറ്റി ശലമോനയ്ക്ക് നേരെ ഓടി. അടുത്ത വാക്ക് കരപറ്റി പ്രയാസത്തോടെ എന്ന് പറഞ്ഞിട്ട് ശുഭ തുറമുഖം എന്ന് പേരുള്ള സ്ഥലത്തെത്തി. അപ്പോൾ സമ്മതിക്കാത്ത കാറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടേലും കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടേലും നമുക്കൊരു ശുഭ തുറമുഖമുണ്ട്. അമീൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അമീൻ പറഞ്ഞത് വളരെ പ്രയാസമാണ്. അമീൻ പറഞ്ഞത് വളരെ കാറ്റടിച്ചിരിക്കുന്നത്. അമീൻ ചില സമയത്ത് സമ്മതിക്കാത്ത കാറ്റ് കുടുംബത്തിനകത്ത് വരും. അമീൻ പറഞ്ഞു അത് അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് വരും. അത് അമീൻ പറഞ്ഞ തലമുറകളോടുള്ള ബന്ധത്തിലായിട്ട് വരും. അത് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തിലായിട്ട് വരും. പക്ഷേ അല്പം പ്രയാസത്തോടെ കടന്നു പോകുകയാണെങ്കിലും അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അമീൻ ശുഭ തുറമുഖം എന്ന് പേരുള്ള സ്ഥലത്ത് എത്തി എന്ന അമീൻ എത്താൻ പോകുന്നുവെന്നല്ല. അമീൻ നമ്മളൊക്കെ എത്തിയിരിക്കുന്ന ഒരു ശുഭ തുറമുഖമുണ്ട്. അതാണ് ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലോട്ട് ഇറങ്ങി വന്നതും നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തെ രക്ഷിതാവായി സ്വീകരിച്ചതും ആ രക്ഷിതാവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടുമെന്നുള്ള ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്നാനപ്പെട്ടതും നമ്മുടെ കർത്താവായ യേശുവിനെ മാത്രം നമ്മൾ രക്ഷിതാവായി കണ്ട ഇന്നും ഈ വചനം ചുമന്നുകൊണ്ട് നടക്കുന്നില്ലേ? ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്നില്ലേ? ഇന്നും പലരും നമ്മളെക്കുറിച്ച് പറയുന്നില്ലേ കൈകൊട്ടുന്നവരാ, ഹല്ലേലൂയ പറയുന്നവരാ. എന്നാൽ അതിന്റെ അകത്തുള്ള അപമാനം പേര് ഇന്ന് നടക്കുമ്പോഴും അമേൻ സ്വരം ചെയ്യുന്നു നിത്യ അമേൻ സ്വരം ചെയ്യുന്നു തേജസ്സിനെ കുറിച്ചുള്ള ഘനം അമേൻ സ്വരം നിത്യ തേജസ്സിനായിട്ടുള്ള ആ ഒരു അമേൻ സ്വരം നൊടി നേരത്തേക്കുള്ള ആ ഒരു ലഘു അമേൻ കാര്യങ്ങളുണ്ടല്ലോ. അമേൻ നിത്യ തേജസ് നമ്മുടെ മുന്നിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സമയത്ത് ചില അമേൻ സ്വരം ചെയ്യുന്ന ചെറിയ ചില നൊമ്പരങ്ങളുണ്ടല്ലോ, ചെറിയ ചില വേദനകളുണ്ടല്ലോ. അതിനകത്ത് ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് ഇടപെടുക. പ്രയാസത്തോടെ ആണേലും ശുഭ തുറമുഖത്ത് എത്തും. എത്ര പേർക്ക് പറയാൻ പറ്റും? ഇന്ന് പകൽക്കാലം ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് കർത്താവേ അപ്പ അല്പം പ്രയാസമാണേലും ഞാൻ അവിടെ എത്തും, അല്പം പ്രയാസമാണേലും ഞാൻ അവിടെ എത്തും. എനിക്കൊരു ശുഭ തുറമുഖമുണ്ട്. എന്തോ പ്രത്യേകത ശുഭ തുറമുഖം എന്ന് പറഞ്ഞാൽ അവിടെ കണ്ണീരില്ല കേട്ടോ. അവിടെ അമേൻ സ്വരം വെളിപ്പാട് പുസ്തകത്തിൽ പറയാം നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, സുവിശേഷ നിമിത്തമായിട്ട് പെന്തക്കോസുകാരെന്നുള്ള ലേബിൾ നിമിത്തമായിട്ട് ഏതെങ്കിലും മേഖലകളുടെ അകത്തൊക്കെ വല്ലാതെ തകർന്നിരുന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലകളുടെ അകത്തൊക്കെ വല്ലാത്ത പ്രയാസത്തോടെ കഴിഞ്ഞു പോകുന്നതെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയാറില്ല കർത്താവേ ഭയങ്കര പ്രയാസമാണ്, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല അല്ലേ? ഇതിനകത്ത് അങ്ങനെ ഇരിക്കുന്ന പലരും ഉണ്ടെന്നേ. അമേൻ സ്തോത്രം ചെയ്യുന്നു. ഇതിനകത്ത് അത്തരത്തിൽ പലപ്പോഴും ദൈവസന്നിധിയിൽ പറഞ്ഞ പലരും ഇരിക്കുന്നുണ്ട് കർത്താവേ പ്രയാസത്തോടെ കേട്ടോ ഞാൻ കടന്നു പോകുന്നത്. പക്ഷെ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളത് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ദൈവത്തിന് അത് നന്നായിട്ട് അറിയുന്നതാ. എന്ന് പറഞ്ഞാൽ ഗെത്സമനയുടെ ഏകാന്തതയിൽ ആ മനുഷ്യനത് തിരിച്ചറിഞ്ഞതാ. അവൻ കൂടെ ചേർത്ത് പിടിച്ച 3 പ്രിയമുള്ളവരോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. എന്നാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അവർ വല്ലാതെ ഉറങ്ങിപ്പോയി, അവർ വല്ലാതെ ക്ഷീണിച്ചു പോയി. പക്ഷേ ആ സമയത്ത് എൻ്റെ അരുമനാഥൻ നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ അവൻ പിതാവേ അമേൻ പറഞ്ഞു ഇത് നീക്കുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നടക്കട്ടെ. ഇന്ന് പകൽക്കാലം പറയുവാൻ ഒരു പ്രാഗൽഭ്യം ഉണ്ടാകണം. വളരെ പ്രയാസമായ ഈ വിഷയം എന്നെ വല്ലാതെ മുരടിപ്പിക്കുന്നുവെങ്കിലും അമേൻ ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ. അവിടെ നിന്നൊരു ആത്മീകമായ ആലോചനയാണ് ഞാൻ സംസാരിക്കട്ടെ. ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം അമേൻ പറഞ്ഞു മൊർദെഖായിക്ക് എതിരായിട്ട് പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ മൊർദെഖായി ഹാമാന് വിപരീതമായിട്ടൊരു കാര്യം ചെയ്തില്ല. അദ്ദേഹം രാജാവിനോട് പറഞ്ഞില്ല, പക്ഷെ അദ്ദേഹം പറയേണ്ടവനോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അമേൻ സ്തോത്രം ചെയ്യുന്ന പറയേണ്ടവനോട് ഇന്ന് നമ്മുടെ വിഷയങ്ങളെ പറഞ്ഞാൽ ചില പ്രയാസങ്ങൾ, അമേൻ സ്തോത്രം ചെയ്യുന്ന ചില എഴുത്തുകൾ, ചില ഉപായ ലേഖനങ്ങൾ, ചില തന്ത്രങ്ങൾ അമേൻ അതിൻ്റെ അകത്ത് മാറ്റം വരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് അധരമുണ്ട്, നമുക്ക് വായുണ്ട്, നമുക്ക് കൈകാലുകളുണ്ട്. ഒഡീഷയിലായിരുന്ന സമയത്ത് ഞാനിങ്ങനെ കാണുകയാണ്. അവിടെ അമേൻ സ്തോത്രം ചെയ്യുന്നു സംസാരിക്കുവാൻ കഴിയാത്ത, അമേൻ സ്തോത്രം ചെയ്യുന്ന ചെവി കേൾക്കാത്ത ഒരു കൂട്ടം ആളുകൾ അവർ ആരാധിക്കുന്ന ഞായറാഴ്ച കൂട്ടായ്മകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അമേൻ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അമേൻ സ്തോത്രം ശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്ദി നിറഞ്ഞ അമേൻ സ്തോത്രം അതരങ്ങളോട് പറയണം ഇതിൻ്റെ അകത്ത് നിന്ന് ഞാൻ പുറത്തു വരും. എത്ര പേർക്ക് ബോധ്യമുണ്ട് ഇതിനകത്ത് നിന്ന് ഞാൻ പുറത്തു വരുമെന്ന് പറയുവാൻ? അമേൻ സ്തോത്രം അതാണ് ഭക്തന്റെ ഒരു പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, 1-ാമത്തെ കാര്യം സമ്മതിക്കാത്ത കാറ്റ്. ഇത് ആരുടെ ജീവിതത്തിൽ അടിച്ചു? ഇത് പൗലോസിന്റെ ജീവിതത്തിൽ അടിച്ചു. അതുകൊണ്ട് തന്നെ കൊരിന്ത്യ ലേഖനത്തിലൊക്കെ അദ്ദേഹം പറയുന്നത് ചങ്ങലയിൽ അമേൻ സുരഞ്ഞ നിലയിൽ അടികൊണ്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായ സാഹചര്യം കൊണ്ട് ഞാൻ കടന്നുപോയി. നമ്മൾ ഇന്ന് അടി കൊള്ളുന്നില്ലേലും നമ്മുടെ ഏറ്റവും വലിയ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രശ്നം എന്നാണെന്ന് അറിയാം, അടി കൊള്ളുന്നവരുണ്ട് കേട്ടോ. അമേൻ സ്തോത്രം ചെയ്യുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ അവൻ കർത്താവിൻ്റെ വേലയിലായിരുന്നത് കൊണ്ട് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഒത്തിരി കാര്യമാണ്. അമേൻ ഒത്തിരി പ്രിയമുള്ള അടി കൊണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അമേൻ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അടിയല്ല, പക്ഷെ നമ്മൾ വല്ലാതെ ഒറ്റപ്പെടുത്തുന്നതാണ്. നമ്മുടെ സമൂഹം നമ്മൾ വല്ലാതെ ഒറ്റപ്പെടുത്തുന്നതാണ്.
വല്ലാതെ നമ്മളെ കുറ്റപ്പെടുത്തുന്നതാ, നമ്മളെ വല്ലാതെ ചോദ്യം ചെയ്യുന്നതാ. പക്ഷേ ഈ കാറ്റ് ആരടിച്ചു? ആരുടെ ജീവിതത്തിൽ അടിച്ചു? അവൻ പൗലോസിന്റെ ജീവിതത്തിൽ അടിച്ചു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? അതിനെ ഓവർകം ചെയ്തു. രണ്ടാമത്തെ കാറ്റ് എന്ന് പറയുന്നത് പക്ഷേ അതിന് 11ാമത്തെ വാക്യത്തിലൂടെ വരുമ്പോൾ ഒരു കാര്യം കാണുക. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ കപ്പിത്താന്റെയും കപ്പൽ ഉടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. അല്ലേ? നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞതാ പക്ഷെ അതിനൊക്കെ വിപരീതമായിട്ട് പലരും പറഞ്ഞു അതൊന്നും സംഭവിക്കത്തില്ലെന്നാ, അതൊന്നും നടക്കത്തില്ലെന്ന. നിന്റെ വിശ്വാസത്തോടെ നീ അവിടെ ഇരുന്നാൽ മതിയെന്ന. അല്ലേ? എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പല പ്രിയങ്ങളും അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയവരാ. വിശ്വാസ ജീവിതത്തിലൂടെ ഞങ്ങൾ കാല് വെച്ച സമയത്ത് എൻ്റെ പിതാവ് മാറ്റപ്പെടുന്ന സമയത്ത് ഞങ്ങൾ വിശ്വാസത്തിലോട്ട് വരുന്നത്. ഓർത്തഡോക്സിലായിരുന്നു. പക്ഷെ ആ സമയത്ത് വിശ്വാസത്തിലൂടെ വന്നപ്പോൾ ലോകം മൊത്തം പറഞ്ഞു, ഞങ്ങളുടെ നാട് മൊത്തം പറഞ്ഞു, ചെയ്തു, ഞങ്ങളുടെ കുടുംബം മൊത്തം പറഞ്ഞു ഈ കുടുംബം തകർന്നു പോകുമെന്ന്. പക്ഷേ ഇന്നേക്ക് നീണ്ട ഇത്രയും വർഷങ്ങളായിരിക്കുന്ന സമയത്ത് അതേ ദേശം തന്നെ പറഞ്ഞു അവർ അന്ന് വിശ്വാസത്തിലൂടെ വന്നതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു എന്ന്. മാറ്റി നിർത്തിയ അതേ സഹോദരങ്ങൾ തന്നെ പറഞ്ഞു അവർ പെന്തക്കോസ്റ്റിലോട്ട് പോയത് കൊണ്ട് നന്നായി എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പെന്തക്കോസ്റ്റിലോട്ട് വരുന്നത് ഏതെങ്കിലും പാസ്റ്റർമാരെ കണ്ടിട്ടാകരുത്. നമ്മൾ പെന്തക്കോസ്റ്റിലോട്ട് വരുന്നത് ഏതെങ്കിലും വിശ്വാസികളെ കണ്ടായിരിക്കരുത്. നമ്മൾ പെന്തക്കോസ്റ്റിലോട്ട് വരുന്നത് നമ്മൾ അരുമനാഥനെ കണ്ടായിരിക്കണം. അത് പൗലോസിനെ നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് പലരും വിശ്വസിച്ചില്ല. പക്ഷേ ഇതിന്റെ കൺക്ലൂഷൻ ഭാഗത്ത് ഞാൻ ആ ഒരു കാര്യം പൂരിപ്പിച്ച് മുന്നോട്ട് കടന്നു പോകാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്നാന്നറിയാമോ? അവിടെ അതിന്റെ 12ാമത്തെ വാക്യത്തിൽ പറയും മിക്ക പേരും ആലോചന പറഞ്ഞു. അല്ലേ? നമ്മളോടൊക്കെ ചെയ്യുന്ന പല ആലോചനകളൊക്കെ കിടക്കുന്നുണ്ടാകും. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് കൃത്യമായിട്ട് ഇടപെടുക. നമ്മുടെ ആലോചനകളെക്കാൾ ദൈവത്തിന്റെ ആലോചന നടപ്പിലാക്കുന്നത് ദൈവത്തിന് ഉത്തമം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കാറ്റ് സമ്മതിച്ചില്ല. ഒന്നാമത്തെ പ്രത്യേകത സമ്മതിക്കാത്ത കാറ്റ്. രണ്ടാമത്തെ കാറ്റിന്റെ പ്രത്യേകത അതിന്റെ 14ാമത്തെ വാക്യത്തിൽ അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. രണ്ടാമത്തെ കാറ്റ് വിരോധമായ കാറ്റ്. അല്ലേ? നമുക്കൊക്കെ നേരെ എത്ര വിരോധമായ കാറ്റുകളല്ലേ? നമുക്കൊക്കെ നേരെ എത്ര വിരോധമായ മനുഷ്യരാണ് നിൽക്കുന്നതല്ലേ? നമുക്കൊക്കെ നേരെ എത്ര വിരോധമായ കൂട്ടുകെട്ടുകളാണ് നിൽക്കുന്നതല്ലേ? പക്ഷേ യെശയ്യാ പ്രവാചകനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൈവജനം അതിനെ ഏറ്റെടുത്തുകൊണ്ട് പ്രഖ്യാപിക്കണം. എനിക്ക് വിരോധമായി ഡോക്ടർ എഴുതിയ മുദ്ര നടക്കത്തില്ല. എനിക്ക് വിരോധമായി ലോകം പറഞ്ഞ മുദ്ര നടക്കത്തില്ല. എനിക്ക് വിരോധമായി ചെയ്യുന്നു ഏതെങ്കിലും കോളേജിൽ ഞാൻ പരാജയപ്പെട്ടത് നടക്കത്തില്ല. ഏതെങ്കിലും സർട്ടിഫിക്കറ്റിന്റെ അകത്ത് ഞാൻ ഫെയിൽ ആയത് അതല്ല എൻ്റെ ജീവിതം തീരുമാനിക്കുന്നത്. വിരോധമായി എഴുതിയിരിക്കുന്ന ഒരു കൂട്ടം കൽപ്പനകൾ നമ്മുടെ മധ്യ കിടക്കുന്ന സമയത്ത് ഭക്തനായ ഏലിയാവിനോട് ചോദിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസബേലിന്റെ ദൂതൻ അയച്ച ഒരൊറ്റ വാക്കാണ് അവനെ എന്ത് ചെയ്തത്? തകർത്ത് കളഞ്ഞത്. അല്ലേ? അതുകൊണ്ടാണല്ലോ ചൂരച്ചെടിയുടെ ചോട്ടിൽ പോയത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ പലരും അങ്ങനെയാന്നേ. ചില സമയത്തൊക്കെ ചൂരച്ചെടിയുടെ ചോട്ടിലായിരിക്കുന്നത്. പക്ഷെ ആരോടാ പറയുക? ആരാ കേൾക്കുക? അല്ലേ? നമ്മുടെയൊക്കെ തകർച്ച എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ കണ്ണുനീർ എന്ന് പറഞ്ഞാൽ, ചൂരച്ചെടി എന്ന് പറഞ്ഞാൽ മുള്ളിൻ്റെ ചെടിയാണ്. പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുകയാ, ആ മുള്ളിൻ്റെ ചെടിയുടെ ചോട്ടിൽ ഇരിക്കുന്ന സമയത്ത് എത്രയോ മുള്ളുകൾ ശരീരത്തിൽ കുത്തിയിട്ടുണ്ടാകും. അല്ലേ? നമ്മുടെയൊക്കെ ശരീരത്തിനകത്ത് എത്രയോ മുള്ളുകളാണ് എൻ്റെ പ്രിയമുള്ളവരെ. പക്ഷെ അതിൻ്റെ അകത്ത് ഇന്ന് ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ മുള്ളുകൾക്ക് നന്ദി പറയണം കേട്ടോ. ആ ചൂരച്ചെടികൾക്ക് നന്ദി പറയണം കേട്ടോ. ചില വാക്കുകൾ നമുക്ക് വിരോധമായതുകൊണ്ട് ഭക്തനായ ഏലിയാവ് നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറയുക, ഇസബേലിന്റെ ഒരു വാക്കാണ് എനിക്ക് വിരോധമായത്. സ്വതന്ത്രം ചെയ്യുന്ന ചില വാക്കുകൾ അങ്ങനെ വിരോധമായിട്ട് നിൽക്കുമ്പോൾ വിരോധമായി നിൽക്കുന്ന വാക്കുകളുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. വിരോധമായ ചില കാറ്റുകൾ അടിക്കുന്നത് നിന്നെ തകർക്കുവാൻ വേണ്ടിയിട്ടല്ല. വിരോധമായ ചില കാറ്റുകൾ അടിക്കുന്നത് നിന്നെ ഒതുക്കുവാൻ വേണ്ടിയിട്ടല്ല. അപ്പോഴാണ് എൻ്റെ പ്രിയരെ, എൻ്റെ പൊന്ന് സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ നമ്മൾ മനസ്സിലാക്കുന്നത് വിരോധമായ കാറ്റടിക്കുമ്പോൾ വിരോധമല്ലാത്തൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. മനസ്സിലായോ? ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. വിരോധമായ കാറ്റടിക്കുമ്പോഴാണ് വിരോധമല്ലാത്ത ദൈവമാണ് നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് പകൽക്കാലം ചില കാറ്റുകൾ വിരോധമായി അടിക്കുമ്പോൾ ആ കാറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്നറിയാമോ? ആ കാറ്റ് സ്വതന്ത്രം ചെയ്യുന്നു. അവിടെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെ 15ാമത്തെ വാക്യം, ആ കാറ്റിന്റെ നേരെ നിൽക്കുവാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ. അപ്പോൾ വിരോധമായ കാറ്റിന്റെ പ്രത്യേകത നമ്മുടെ നിർത്താത്ത കാറ്റാണ്, നമുക്ക് നിൽക്കുവാൻ കഴിയാത്ത കാറ്റാണ്. അല്ലെ? ചില മേഖലകളുടെ അകത്ത് ഇന്നങ്ങനെയല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ താഴെ പറയുക, നീ നിൽക്കേണ്ടതാന്ന്. മനസ്സിലായോ? നിൽക്കാൻ പറ്റത്തില്ല എന്ന് ലോകം പറഞ്ഞപ്പോൾ പൗലോസിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ഇല്ല പൗലോസേ, അത് അവസാനിക്കത്തില്ല. എൻ്റെ പ്രിയമുള്ളവരെ, അത് അവസാനിക്കത്തില്ല കേട്ടോ. ആ റിപ്പോർട്ട് നടക്കത്തില്ല കേട്ടോ. ആ വിഷയം നിന്നെ തകർക്കത്തില്ല കേട്ടോ. ആ വിഷയത്തിനകത്ത് നീ ഭാരപ്പെടുമ്പോഴും അതിന്റെ അകത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടും കേട്ടോ. വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് ഇടപെടുക. നീ നിൽക്കേണ്ടതാകുന്നു. ഇന്ന് പകൽക്കാലം പറ, കർത്താവേ, വിരോധമായ കാറ്റടിക്കുമ്പോഴും ഞാൻ അതിൻ്റെ അകത്ത് നിൽക്കും. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും?
എനിക്ക് പറയുവാൻ സാധിക്കും, ഇന്ന് വിരോധമായ ചോദ്യങ്ങൾ നിൽക്കുമ്പോൾ, വിരോധമായ വ്യക്തികൾ നിൽക്കുമ്പോൾ, വിരോധമായ സംഘടനകൾ നിൽക്കുമ്പോൾ, വിരോധമായ പാസ്റ്റേഴ്സ് നിൽക്കുമ്പോൾ, വിരോധമായ വിശ്വാസികൾ നിൽക്കുമ്പോൾ, എൻ്റെ ദൈവം എനിക്ക് വിരോധമല്ല. റോമാലേഖനത്തിൽ പറയുന്നു, ദൈവം എനിക്ക് അനുകൂലമാണ്. അമേശ്വരം അതുകൊണ്ട് തന്നെ അമേശ്വരം എത്ര പ്രതികൂലങ്ങൾ വന്നാലും അതൊന്നും എന്നെ തകർക്കത്തില്ല. അമേശ്വരം എസ്രാ നെഹമ്യാവെല്ലാം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ടാവും, എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമാണ്. പറയാൻ പറ്റുമോ? വിരോധമായിട്ട് ഈ ലോകത്തിൻ്റെ കൈ എനിക്ക് വിരോധമായിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമാണ്. അതാ ഭക്തൻ്റെ ഉറപ്പ്, അതാ ഭക്തൻ്റെ ഉറപ്പ്. അമേൻ സ്വന്തം നമ്മുടെ തലവാചകം മറന്നു പോകരുത്. ധൈര്യപ്പെട്ടാൽ നിനക്കൊരു പുറപ്പാടുണ്ട്. അമേൻ സ്തോത്രം ചെയ്യുന്നു. ആ വിരോധമായ കാറ്റിനെ അധികം ഞാൻ പറയുന്നില്ല, വളരെ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകട്ടെ. നമ്മുടെ സമയം ഏകദേശം അവസാനിക്കുവാനായിരിക്കുകയാണ്. അമേൻ സ്തോത്രം ചെയ്യുന്നു. അതിന് വിരോധമായി ഒരു കാറ്റടിച്ചു, അപ്പോൾ നിൽക്കുവാൻ കഴിഞ്ഞില്ല അല്ലേ? നമ്മുടെ ജീവിതത്തിൽ സമ്മതിക്കാത്ത കാറ്റ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ വിരോധമായ ചില കാറ്റടിച്ചപ്പോൾ നമുക്ക് പലർക്കും നിൽക്കുവാൻ സാധിച്ചില്ല. പക്ഷേ അമേൻ സ്തോത്രം ചെയ്യുന്നു, അതിൻ്റെ അകത്തും അമേൻ സ്തോത്രം ചെയ്യുന്നു അടുത്ത 2 കാര്യങ്ങൾ പറഞ്ഞ് ഈ മെസ്സേജിൻ്റെ അവസാന ഭാഗത്തോട് ഞാൻ വരുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ കാറ്റിൻ്റെ പ്രത്യേകത അമേൻ സ്തോത്രം ചെയ്യുന്നു എന്നറിയാമോ? പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. 16-ാമത്തെ വാക്യത്തിൽ അവരെന്ത് ചെയ്തു? പ്രയാസത്തോടെ തോണി കൈവശമാക്കി. അപ്പോൾ വിരോധമായ കാറ്റ് അടിച്ചിട്ടുണ്ടെങ്കിലും, വിരോധമായ റിപ്പോർട്ട് കിടക്കുന്നുണ്ടെങ്കിലും ചിലത് കൈവശമാക്കണം കേട്ടോ. അമേൻ സ്തോത്രം, ചിലത് കൈവശമാക്കണം കേട്ടോ. ആ കൈവശമാക്കി വെക്കുന്ന കാര്യവും അനേകർക്ക് സാക്ഷ്യമാകുന്നത്, ആ കൈവശമാക്കുന്ന കാര്യവും അനേകരുടെ ജീവിതത്തിൽ വിടുതലാകുന്നത്. അവിടെ നിന്ന് വളരെ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകുമ്പോൾ 18-ാമത്തെ വാക്യത്തിൽ 3-ാമത്തെ കാറ്റ് കാണും. 3-ാമത്തെ കാറ്റ്, ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട്. 3-ാമത്തെ കാറ്റ് അലയിപ്പിക്കുന്ന കാറ്റ് അല്ലേ? ചില വിഷയത്തിനകത്ത് നമ്മൾ വല്ലാതെ അലയുകയാണ്, ചില വിഷയത്തിനകത്ത് വല്ലാതെ നമ്മൾ വലയുകയാണ്. ആരോടെ പറയുക? ആരാ കേൾക്കുക? അമേൻ സ്തോത്രം ചെയ്യുന്നു. എത്രയാന്ന് വെച്ചാൽ നമ്മൾ പാസ്റ്റേഴ്സിനോട് പറയുക, എത്രയാന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് പറയുക. അങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പ്രിയമുള്ളവരോട് അമേൻ സ്തോത്രം ചെയ്യുന്നു. മുടിയൻ പുത്രൻ എന്ന് നമ്മൾ പറയുന്ന ആ മനുഷ്യൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അമേൻ സ്തോത്രം ചെയ്യുന്നു വല്ലാത്തൊരു സാഹചര്യത്തിൽ കടന്നുപോയപ്പോൾ അവൻ അലഞ്ഞുകൊണ്ടിരിക്കുകയാ. പന്നിക്ക് കൊടുക്കുന്ന തീറ്റ പോലും അമേൻ സ്തോത്രം ചെയ്യുന്നു അവൻ കഴിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് അലഞ്ഞു നടന്ന സമയത്ത് അവിടെ ഒരു വാക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ ഒരു സുബോധം വന്നു, ഞാൻ അപ്പനോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഇന്ന് പകൽക്കാലം അലഞ്ഞു നടക്കുന്ന പ്രിയമുള്ളവരോട് ദൈവാത്മാവിൽ ഞാൻ ആലോചന കൈമാറട്ടെ. അമേൻ, നീ അലഞ്ഞു നടക്കുവാൻ എൻ്റെ പിതാവ് സമ്മതിക്കത്തില്ല. അമേൻ, നിന്നെ അനാഥരായിട്ട് വിടാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അമേൻ സ്തോത്രം ചെയ്യുന്നു. ആ മകൻ വന്ന സമയത്ത് അവൻ്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത ഇങ്ങനെയായിരുന്നു പ്രിയമുള്ളവരെ, അപ്പനോട് പോയിട്ട് പറയണം, അപ്പാ അമേൻ സ്തോത്രം ഞാൻ നിന്നോടും അമേൻ സ്തോത്രം സ്വർഗത്തോടും പാപം ചെയ്തു. പക്ഷെ അവൻ ഓടി വന്നപ്പോൾ അപ്പൻ അമേൻ സ്തോത്രം ചെയ്യുന്നു പാപം ചെയ്തു എന്ന് പറയുന്ന വാക്ക് പറയുവാൻ സമ്മതിക്കാതെ വണ്ണം അവനെ ചേർത്ത് പിടിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ചേർത്ത് പിടിക്കുന്ന ദൈവം പറയുക, നിന്നെ അനാഥരായിട്ട് വിടത്തില്ല കേട്ടോ. എൻ്റെ മാതാക്കളെ അമേൻ സ്തോത്രം ചെയ്യുന്നു വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ വല്ലാതെ ചിന്തിക്കുമല്ലേ, അമേൻ സ്തോത്രം ചെയ്യുന്നു ആരും എന്നെ കാണുന്നില്ലെന്ന, ആരും എന്നെ അറിയുന്നില്ലെന്ന. പക്ഷേ ഈ പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുക കേട്ടോ. അമേൻ സ്തോത്രം അമ്മ അമേൻ സ്തോത്രം ചേർത്ത് പിടിക്കുന്നത് പോലെ, ഒരപ്പൻ ചേർത്ത് പിടിക്കുന്നത് പോലെ എൻ്റെ മാതാപിതാക്കളോട്, പ്രായമായ പ്രിയമുള്ളവരോട് ഞാനൊരു ദൂത് അവിടെ നിന്ന് കൈമാറട്ടെ. നിങ്ങളെ അനാഥരായിട്ട് വിടാത്തൊരു ദൈവം ഉണ്ടെന്ന്, നിങ്ങൾ ഉപേക്ഷിക്കാത്തൊരു ദൈവം ഉണ്ടെന്ന്, ആ ദൈവം ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. അമേൻ സ്തോത്രം ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അനാഥരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്, പക്ഷേ അനാഥരായ നമ്മളെ ദൈവം ദത്തെടുത്തു കേട്ടോ. അനാഥരായ നമ്മളെ ദത്തെടുത്ത ഒരു ദൈവമുണ്ട് കേട്ടോ. അമേൻ സ്തോത്രം എത്ര പേർക്ക് ബോധ്യമുണ്ട്? എഫേസ്യ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അമേൻ സ്തോത്രം അവൻ നമ്മളെ തെരഞ്ഞെടുത്തു, അവൻ നമ്മളെ ദത്തെടുത്തു, അവൻ നമ്മളെ വീണ്ടെടുത്തു, അവൻ നമ്മളെ മുദ്രയിട്ടു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ അനാഥരല്ല. അമേൻ സ്തോത്രം നമ്മളിനി അമേൻ സ്തോത്രം ചെയ്യുന്നു അങ്ങനെ അമേൻ ഓടി ഓടി നടക്കുവാനുള്ളവരല്ല. അമേൻ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാ, അമേൻ സ്തോത്രം അലയുക കൊണ്ട്. അതിനുശേഷമായിട്ട് പറയുക, 19-ാമത്തെ വാക്യത്തിൽ പറയുക, അങ്ങനെ അലഞ്ഞത് കൊണ്ട് അവരെന്ത് ചെയ്തു? അവർ സ്വന്തം കയ്യാൽ കപ്പൽ കോപ്പ് കടലിൽ ഇട്ട് കളഞ്ഞു അല്ലേ? ചില സമയത്ത് അലഞ്ഞത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇട്ട് കളഞ്ഞത്? ചിലപ്പോൾ അലഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ നമ്മുടെ പ്രതീക്ഷകൾ ഇട്ട് കളഞ്ഞത്, നമ്മുടെ പ്രത്യാശകൾ ഇട്ട് കളഞ്ഞത്? പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുക, അമേൻ നിന്റെ പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ അവൻ ഒരു സമയത്ത് പോയിട്ടുണ്ടെങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ, അതിനെ തിരിച്ചു തരുന്നൊരു ദൈവം ഉണ്ടെന്ന്, അതിനെ തിരിച്ചു തരുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അമേൻ സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രത്യാശ അമേൻ തകർന്ന വിഷയത്തെ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നിന്നെ അലയിച്ച് നടത്തുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. വളരെ വേഗത്തിൽ ആ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. 3 കാറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. 1-ാമത്തെ കാറ്റ് സമ്മതിക്കാത്ത കാറ്റ്, 2-ാമത്തെ കാറ്റ് അമേൻ സ്തോത്രം ചെയ്യുന്നു വിരോധമായ കാറ്റ്, 3-ാമത്തെ കാറ്റ് അമേൻ സ്തോത്രം ചെയ്യുന്നു അലയുമാറാക്കുന്ന കാറ്റ്, 4-ാമത്തെ കാറ്റ് 20-ാമത്തെ വാക്യത്തിൽ കാണുന്നു, വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചു. വല്ലാത്ത കൊടുങ്കാറ്റ് നമ്മളൊക്കെ പറയത്തില്ലേ, വല്ലാത്ത തലവേദനയാ, വല്ലാത്ത നെഞ്ചുവേദനയാ,
വല്ലാത്ത ഭാരം അല്ലേ അമേൻ പറഞ്ഞു, വല്ലാത്ത ചില കാറ്റുകൾ അടിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചതാ അമേൻ സർ ഇനി ജീവിക്കാൻ പറ്റത്തില്ലെന്ന്, നമ്മൾ ചിന്തിച്ചതാ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ അമേൻ സർ അതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ 4 കാറ്റടിച്ചപ്പോഴാ ഭക്തനോട് അമേൻ സർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയേണ്ടത് നീ ഭയപ്പെടേണ്ടെന്ന. നമ്മുടെ ജീവിതത്തിൽ ഈ 4 കാറ്റടിച്ചാലും ഇന്ന് പകൽക്കാലവും ദൈവാത്മാവ് ഇടപെടുക, ഭയപ്പെടേണ്ട കേട്ടോ. അമേൻ സർ നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. സമ്മതിക്കാത്ത കാറ്റ് വന്നാലും നിനക്കൊരു ശുഭ തുറമുഖമുണ്ട്. വിരോധമായ കാറ്റുകൾ വന്നാലും അമേൻ സ്തോത്രം ചെയ്യുന്നു, നിനക്ക് വേണ്ടിയിട്ട് ചില അമേൻ പ്രത്യേകമായ മേഖലകളകത്ത് നീ നിൽക്കുക തന്നെ ചെയ്യും. അടുത്ത കാറ്റ് അമേൻ പറഞ്ഞു അലയിക്കുന്ന കാറ്റ്, അത് നിമിത്തമായിട്ട് ചിലത് ഇട്ട് കളഞ്ഞാലും നിനക്കൊരു പ്രത്യാശയുണ്ട്. അമേൻ 4-ാമത്തെ കാര്യം അമേൻ സ്തോത്രം ചെയ്യുന്നു, വല്ലാത്ത കാറ്റ് അടിച്ചാലും നിന്നോട് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ആ മെസ്സേജിന്റെ അവസാന ഭാഗങ്ങളിലോട്ട് വരുന്ന സമയത്ത് ഈ 4 കാറ്റ് എന്തിനാ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അടിച്ചതെന്നറിയാമോ? ഈ 4 കാറ്റ് അടിച്ചതിന് ശേഷമായിട്ട് ഇദ്ദേഹം 25-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിക്കുവിൻ എന്ന് പറഞ്ഞാൽ, പൗലോസെ നീ തകർന്നവനായിരുന്നു കേട്ടോ, പൗലോസെ നീ ഭാരത്തോടെ ഇരുന്നവനായിരുന്നു കേട്ടോ. പക്ഷെ പൗലോസ് ഇപ്പൊ പറയുക അമേൻ പുരുഷന്മാരെ നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുവിൻ. അതാ കാറ്റിന്റെ പ്രത്യേകത. നമ്മുടെ ജീവിതത്തിനകത്ത് 4 കാറ്റടിച്ചപ്പോൾ അമേൻ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടെന്നറിയാമോ? അമേൻ നമ്മൾ ചിലരോട് പറയാൻ പോവുക, നമ്മുടെ കുടുംബത്തോട് പറയാൻ പോവുക, നമ്മുടെ അപ്പനോട് പറയാൻ പോവുക, നമ്മുടെ അമ്മയോട് പറയാൻ പോവുക, നമ്മുടെ മക്കളോട് പറയാൻ പോവുക, അമേൻ എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ മാതാക്കളെ, എൻ്റെ പിതാക്കളെ നമ്മൾ തകർന്നു പോകത്തില്ല, ധൈര്യത്തോടെ ഇരിക്കുവിൻ. ഒരു കുടുംബത്തിനകത്ത് ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ വചനം പറയുക, നമ്മുടെ കുടുംബത്തിനകത്ത് പറയാൻ പറ്റണം കേട്ടോ, തകർന്ന് നിൽക്കുമ്പോഴും ശംഖ പൊട്ടി വേദനിക്കുമ്പോഴും കണ്ണുനീരിൽ നിന്ന് കണ്ണുനീരിൽ നിന്ന് അങ്ങനെ ധാരധാരയെ ഒഴുകുമ്പോഴും പറയാൻ പറ്റണം ധൈര്യത്തോടെ ഇരിക്കുവൻ, ധൈര്യത്തോടെ ഇരിക്കുവൻ. എത്ര പേർക്ക് പറയാൻ പറ്റും ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയങ്ങളെ നോക്കി വിളിച്ചു പറ, അമേൻ സർ ഞാൻ ധൈര്യത്തോടെ ഇരിക്കും, ഞാൻ ധൈര്യത്തോടെ ഇരിക്കും. എന്നിട്ട് അടുത്തൊരു വാക്ക് നമ്മളോടുള്ളൊരു ദൂത അമേൻ സ്തോത്രം ചെയ്യുന്നു, അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും. അടുത്ത വാക്ക് പറയുക, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. ഭക്തന്റെ ഉറപ്പാണ് കേട്ടോ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. എത്ര പേർക്ക് പറയാൻ പറ്റും എൻ്റെ ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും? ആ ഒരു വാക്യം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ദൈവാത്മാവിനോട് ഇടപെട്ടൊരു കാര്യം, എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്ക് പറയുക, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ മാറ്റമില്ല കേട്ടോ. ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ മാറത്തില്ല കേട്ടോ. ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ ഉവ്വ് ഉവ്വ് എന്ന് കേട്ടോ. ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ ആമേൻ ആമേൻ എന്ന് കേട്ടോ. ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ മനുഷ്യനെ അവസാനിപ്പിക്കുവാൻ കഴിയാത്തതാ കേട്ടോ. അത് തന്നെ സംഭവിക്കും. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ഒരു ആലോചന കൈമാറുമ്പോൾ വരുന്ന 3 മാസത്തിനുള്ളിൽ നമ്മളിൽ ചിലത് അതുപോലെ സംഭവിക്കും. വചനത്തിലൂടെ തന്നെ ഞാൻ തെളിയിക്കാം. അതിനുശേഷമായിട്ട് ഇദ്ദേഹം 27-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളോട്ട് വരുന്ന സമയത്ത് അവിടെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാ, അമേൻ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 44-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഇങ്ങനെ എല്ലാവരും കരയിൽ എത്തത്തില്ലെന്നാ പറഞ്ഞത്. അവൻ പോകത്തില്ലെന്നാ പറഞ്ഞത്, നീ നിൽക്കത്തില്ലെന്നാ പറഞ്ഞത്, അവൻ വീട് പോകുമെന്നാ പറഞ്ഞത്, നിനക്ക് നിൽക്കുവാൻ കഴിയില്ലെന്നാ പറഞ്ഞത്. പക്ഷേ അതിന്റെ അകത്ത് എല്ലാവരും കരയിലെത്തി. അടുത്ത വാക്ക്, രക്ഷപ്പെടുവാൻ സംഗതി വന്നെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ രക്ഷപ്പെടുമെന്ന്, നമ്മൾ ഈ പ്രശ്നത്തെ നമ്മൾ ഒതുക്കത്തില്ലെന്ന്, നമ്മുടെ ഈ രോഗം നമ്മളെ തകർക്കത്തില്ലെന്ന്, നമ്മൾ ഈ കുറ്റപ്പെടുത്തലുകൾ ഇല്ലായ്മ ചെയ്യത്തില്ലെന്ന് ചെയ്യുന്നു. ഇതിനകത്ത് നമ്മൾ രക്ഷപ്പെടുമെന്ന്. അതിൻ്റെ അടുത്ത വാക്ക് രക്ഷപ്പെടുവാൻ സംഗതി വന്നു എന്ന് എഴുതി വെച്ചപ്പോൾ അതൊരു പൂർത്തീകരണമല്ല. പക്ഷേ 28-ാം അധ്യായം തുടങ്ങുന്ന കണ്ടോ, രക്ഷപ്പെട്ട ശേഷം രക്ഷപ്പെടും, നമ്മൾ രക്ഷപ്പെടുമെന്നേ വിശ്വാസത്താ പറ. ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടും, ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും, ഞാനും എൻ്റെ കുടുംബവും ദൈവത്താൽ ചെയ്യുന്നു. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ മുന്നോട്ട് വരും. എന്തുവാ ഇത്ര ഉറപ്പ്? കപ്പലിലെ സകല കാര്യങ്ങളും തകർന്നു പോയി. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, അവൻ കടന്നു വന്നത് തടവുകാരന്റെ കപ്പലാണ്. അവൻ കടന്നു വന്നത് തടവുകാരന്റെ കപ്പല. 27-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുക, അലക്സാന്ദ്രിയ കപ്പല. അവർ പോകുന്ന അലക്സാന്ദ്രിയ കപ്പല. പക്ഷെ ഒരു കാര്യമുണ്ട്, തകർന്നത് അലക്സാന്ദ്രിയ കപ്പല. പക്ഷെ 28-ാം അധ്യായം അതിന് 11-ാമത്തെ വാക്യം, 3 മാസം കഴിഞ്ഞ ശേഷം അതാ ഞാൻ പറഞ്ഞത്, വരുന്ന 3 മാസത്തിനുള്ളിൽ അടുത്ത വാക്ക് പറയുക. അവിടെ പറയുന്ന ഒരു സുന്ദരമായൊരു വാക്കുണ്ട്, 3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ചു കിടന്നിരുന്ന അശ്വിനി ചിഹ്നമുള്ളൊരു അലക്സാന്ദ്രിയ കപ്പൽ. തകർന്നത് അലക്സാന്ദ്രിയ കപ്പൽ, പക്ഷെ ഒരുക്കിയതും അലക്സാന്ദ്രിയ കപ്പൽ എന്ന് പറഞ്ഞാൽ അവസാനിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം അവിടെ തന്നെ ആരംഭിക്കുവാൻ പോകുകയാ. അവസാനിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അവിടെ പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ, 3 മാസം കഴിഞ്ഞ ശേഷം അവർക്ക് വേണ്ടി കാത്തു കിടക്കുന്ന ഒരു കപ്പലുണ്ട്. നമ്മുടെ ചില കപ്പലുകൾ തകർന്നു പോയാലും, നമ്മൾ ചില രോഗത്തിലൂടെ കടന്നു പോയാലും, നമ്മൾ ചില ഭാരത്തിലൂടെ കടന്നു പോയാലും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കപ്പലുണ്ട്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർന്ന് ഞാൻ പറയട്ടെ. എന്നിട്ട് അടുത്തൊരു വാക്ക് പറയുക, 10-ാമത്തെ വാക്യം, 9-ാമത്തെയും 10-ാമത്തെയും വാക്യം. അമേൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ കാര്യം 27-ാം അധ്യായത്തിലെ തടവുകാരുടെ കപ്പലായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഫുഡ് എന്തുമായിരിക്കും?
തടവുകാരുടെ ഫുഡാണ്, തടവുകാർ കഴിക്കുന്ന ലോക്കൽ ഫുഡാണ്. പക്ഷേ ദൈവം വാക്തത്വത്തിലൂടെ ചില കാറ്റുകളിലൂടെ കടത്തിവിട്ട ഭക്തനെ യാത്രയാക്കുമ്പോൾ 9-ാമത്തെയും 10-ാമത്തെയും വാക്യത്തിൽ പറയുക, ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റ് ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു, അവിടെ സൗഖ്യമുണ്ടായി എന്ന് പറഞ്ഞാൽ ചിലത് തകരുമ്പോൾ സൗഖ്യമുണ്ടാകും. അടുത്ത വാക്ക് അതിലൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. അടുത്ത വാക്ക് സ്തോത്രം ചെയ്തു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. സകലതും തകർന്നായിരിക്കുന്ന കേട്ടോ, തടവുകാരുടെ കപ്പലാ കേട്ടോ, പറഞ്ഞു തടവുകാരുടെ ഫുഡാ കേട്ടോ. പക്ഷേ ദൈവം ഒരു ഫേവർ ഓപ്പൺ ആക്കിയപ്പോൾ അവിടെ പറയുക വളരെ സമ്മാനം നൽകിയെന്ന്. പറഞ്ഞു ഞങ്ങളെ വളരെ മാനിച്ചു എന്ന്. അതാ ദൈവത്തിന്റെ പ്രത്യേകത. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളിൽ നടക്കുവാൻ സാധിക്കുമോ, കർത്താവിന്റെ കരങ്ങളോട് ഒന്ന് സമർപ്പിക്കുവാൻ സാധിക്കുമോ? അധൈര്യപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, മാനസികമായി തകർന്നിരിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, സമ്മതിക്കാത്ത കാറ്റ്, വിരോധമായ കാറ്റ്, അലയ്ക്കുന്ന കാറ്റ്, വല്ലാത്ത കാറ്റ്, ഈ 4 കാറ്റുകൾ നമ്മുടെ പടകിൽ ആഞ്ഞടിച്ചാലും ഇന്ന് നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ സാധിക്കണം, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് അത്ഭുതകരമായി പ്രവർത്തിക്കുവാൻ പോകുകയാ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോകുകയാ, നമ്മുടെ ആത്മാവിൽ ഒന്ന് സമർപ്പിക്കുവാൻ പോകുകയാ. ദൈവസന്നിധിയിലോട്ട് സമ്പൂർണ്ണമായിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്ന സമയത്ത് മറ്റ് ചിന്തകളിലോട്ട് പോകരുത്, ആരും ലീവ് ചെയ്യരുത്. ഒന്ന് പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കുവാൻ പോകുകയാ. ജീവിതത്തിന്റെ ഇന്നലകളിൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നടിച്ച കാറ്റുകൾ അത് നിമിത്തമായി വല്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അത് നിമിത്തമായി ഞങ്ങൾ വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, അത് നിമിത്തമായി ഞങ്ങൾ വേദനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം കർത്താവേ ഞങ്ങളോട് വചനത്തിലൂടെ സംസാരിച്ചൊരു കാര്യമുണ്ട്. ധൈര്യപ്പെട്ടിരിക്കാൻ നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. അതേ യഹോവയിൽ തന്നെ ധൈര്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവേ, ഇവിടെയുള്ള ഓരോ പ്രിയമുള്ളവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ചില കാറ്റുകൾ നിമിത്തമായിട്ട്, ചില വേദനകൾ നിമിത്തമായിട്ട്, ചില പ്രത്യേകമായ മേഖലകൾ നിമിത്തമായിട്ട്, ചില വല്ലാത്ത ഒറ്റപ്പെടലുകൾ നിമിത്തമായിട്ട്, ചില വിരോധമായ മേഖലകൾ നിമിത്തമായിട്ട്, സമ്മതിക്കാത്ത കാറ്റുകൾ നിമിത്തമായിട്ട് പലപ്പോഴും ഞങ്ങൾ ഭാരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കർത്താവേ, ദൈവവചനം ഞങ്ങളോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. ധൈര്യത്തോടെ ഇരിപ്പിൻ, എന്നാൽ ഒരു യാത്രയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം ഞങ്ങളെ സഹായിച്ചാട്ടെ. ദൈവനാമം മഹത്വം ഉയർന്നാട്ടെ. സകല മാനവും സകല മഹത്വവും സകല പുകഴ്ചയും ഞങ്ങളുടെ ദൈവത്തിന്. കർത്താവ് പ്രാർത്ഥന കേട്ട് വലിയ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, സുരഞ്ജൻ അല്പസമയം മുന്നോട്ട് കടന്നുപോയി എങ്കിലും സുരഞ്ജന് ദൈവാത്മാവ് നൽകിയ ആ സമയത്തിനുള്ളിൽ സുരഞ്ജൻ എനിക്ക് ഇങ്ങനെ ഒരു അവസരത്തെ നൽകിയ പ്രിയമുള്ള നന്ദിയെ ഞാൻ ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് സുരഞ്ജൻ വളരെ പ്രയാസത്തോടെ കടന്നുപോയാലും ഒരു ശുഭ തുറമുഖമുണ്ട്. അതാകട്ടെ നമ്മുടെ പ്രത്യാശ, അതാകട്ടെ നമ്മുടെ ധൈര്യം. ഇങ്ങനെ ഒരു അവസരത്തെ നൽകിയ കർത്താവിന്റെ ദാസനുള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് ദൈവത്തിനെ താഴ്മയോടെ ഇരിക്കുന്ന ഒരു കാര്യം കൂടെ, നമ്മൾ ഇന്ന് ചില കാറ്റുകളെയൊക്കെ എടുത്തു കളഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴും ആ മുഖത്തു നോക്കി അതൊക്കെ മാറ്റി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരോടുള്ള നന്ദിയെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. തുടർന്നും അടിയനോർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയുടെ അപേക്ഷിച്ചുകൊണ്ട് ദൈവം ഇരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. മാറാനാഥ. ഗോഡ് ബ്ലസ് യു. കർത്താവ് ധാരാളമായി കുടുംബമായി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലുള്ള അനുഗ്രഹിതമായ കർത്താവിന്റെ തിരുവചനങ്ങൾ പങ്കുവയ്ക്കും